സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമായ നല്ല രാത്രിക്കായി നമ്മയോട് സ്തുതിക്കുന്നു. സ്തോത്രനീയമായ പൽക്കാലം അടികളെ വിട്ട് കടന്നുപോയി 12 മണിക്കൂറെല്ലാം കർത്താവിന്റെ കരുത്തിലും കാവിന്റെ സൂക്ഷിപ്പുണ്ടായി. സന്ധ്യാസമിതപ്പ സ്നേഹത്തിനും പ്രയർ ഫാമിലിയായി കർത്താവ് വിദേശത്തും സ്വദേശത്തും കോൺഫറൻസ് കോളുമായിട്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് രാത്രികാല അപ്പന്റെ പാദത്തിലേക്ക് കടന്നുവിടുക. സ്വർഗത്തിലെ വലുവനായ ദൈവം ഞങ്ങളെ സഹായിക്കുന്ന വൻകുറുക്കായി നമ്മയോട് സ്തുതിക്കും. സ്തോത്രം ചെയ്യുന്ന കർത്താവ് രാത്രിക്കാലം ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ പാദങ്ങളിലായിരിക്കുന്നത് അത് ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായി തീരുവോ, വിടുതലായി തീരുവോ, സന്തോഷമായി തീരുവോ, സമാധാനമായി തീരുവോ. കർത്താവേ ഇടയാക്കണമെന്ന് പ്രാർത്ഥി. ഈ രാത്രിക്കാല രോഗത്താല് ദുഃഖത്താല് ഭാരപ്പെടുന്നവർക്കാൽ പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമായ വിടുതലിൽ സൗഖ്യം കൽപ്പിക്കുന്നതിനെ അവിടുത്തെ അടിപ്പിണരാൽ സൗഖ്യം വന്നിരിക്കുന്നു. കർത്താവെ അത് കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിലെ അനുഭവത്തിൽ കർത്താവെ പ്രാർത്ഥിക്കുമാകുമോ. കർത്താവെ ഇടയാക്കണമോ എന്ന് പ്രാർത്ഥിക്കുന്നു. രാത്രികാല സൗഖ്യം വന്നിരിക്കുന്നു. ആമേ ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവെ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണാം. ആമേ രാത്രികാലം ദൈവത്തിന്റെ വലിയ പ്രവൃത്തികൾ ചെയ്തെടുക്കണമോ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഹല്ലേലൂയ ഹല്ലേലൂയ. രാത്രികാലത്തെ കർത്താവേ വചന ശുശ്രൂഷ അനേകായിരങ്ങൾക്ക് വിടുതലായി തരുവാ. കർത്താവിനെ രോഗികൾക്ക് സൗഖ്യമായി തരുവാ, ആശ്വാസമായി തരുവാ. ബന്ധനമില്ലാത്തവർ അനേക ഉള്ളങ്ങളെ ക്രിയ ചെയ്യുക. കർത്താവേ ഇടയാക്കണമോ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ രാത്രികാലത്തെ വചനം അല്ലെങ്കിൽ മുഖപക്ഷം നോക്കാതെ വിളിച്ചു പറയുക. ആമിന്റെ ദാസനൊന്ന് അധികാരപ്പെടുത്തണമോ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പുരുഷന് മറിഞ്ഞ് സംസാരിപ്പാൻ കർത്താവ് ശക്തി ബലപ്പെടുന്ന ശക്തിനാക്കുന്ന മുഖാന്തര സകലത്തിൽ മതിയായ ദൈവമാകിയ അങ്ങ് കൂടി ഇന്ന് പ്രവർത്തിക്കണമോ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ രാത്രികാലം കർത്താവേ ഹപ്പ ഞങ്ങൾ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ അവിടുത്തെ കരുത്തിലേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഹപ്പ ഹാലലു വചനത്തിനാഴങ്ങൾ മർമ്മങ്ങളെ ഈ രാത്രികാലം വെളിപ്പെടുത്തുമാറാണമേ എന്ന് അവിടത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഹാലലു എന്മനമേ ഹോവാഴ്ത്തുക, സർവാന്തരമേ രക്ഷിത നാമത്തെ വാഴ്ത്തുക. എന്മനമേ ഹോവാഴ്ത്തുക. ചെറുപാറിലൊന്നും മറക്കാൻ തിരുവാതിൽ വായിക്കുന്ന പോലെ കർത്താവ് ചെയ്ത സകല ഉപാർക്ക് നന്ദിയുള്ളവരായി രാത്രികാലം ഓരോരുത്തരും ഇടയാക്കണമോ എന്ന് അവിടത്തോട് പ്രാർത്ഥിക്കുന്നു. രാത്രികാലത്ത് വചന ശുശ്രൂഷ അനേകായിരം വിടുതലെത്തിയോ കർത്താവിടെ ആക്കണമേ. അനേക രാജ്യങ്ങൾ അനേക കർത്താവ് പ്രിയപ്പെട്ടവരിലേക്ക് കർത്താവെ ആമേ ചലിക്കുന്ന ഹല്ലേലൂയ പ്രാണികൾ കർത്താവെ ഹല്ലേലൂയ നദി ഒഴുകി ചെല്ലുന്നിടത്തെല്ലാം ചലിക്കുന്ന പ്രാണി ജീവൻ പ്രാപിച്ച് എഴുന്നേൽപ്പ. അപ്പൊ അവിടുന്ന് ഇടയാക്കണമോ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ വലിയ പ്രവൃത്തി അപ്പൊ അത് രാത്രിക്കാലം ചെയ്യുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമുല്ലാസനത്തിന് പേര് കൂടി സഹായം കുഞ്ഞുങ്ങളെ പാടുകൊണ്ട് ബലപ്പെടുത്തി ഞാൻ നന്ദി. കർത്താവെ വചന ശുശ്രൂഷയിലേക്ക് കിടക്കുന്ന ദാസന് പിന്നെയും ബലപ്പെടുത്തണമേ പ്രാർത്ഥിക്കണം. പ്രാർത്ഥനായ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഈ രാത്രിയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഒരു നല്ല രാത്രി സ്വർഗത്തിലെ വലുവനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ദാനമായി നൽകിയതിനായി നമ്മുടെ കരകളെ തട്ടി കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. മനോഹരമായ പകലിന്റെ മണിക്കൂറുകളിൽ അദൃശ്യനായ ദൈവത്തിന്റെ സാന്നിധ്യം താങ്ങായി തണലായി നമ്മോട് കൂടെ ഇരുന്ന് ജയത്തോടെ നമ്മുടെ ഈ ഭൂമിയിൽ ആമേൻ പാർപ്പിച്ച ദൈവത്തിന്റെ വിശ്വസ്തത എത്രയോ വലിയതാ. കോഴി തൻ കുഞ്ഞിനെ ചിറകിന്റെ കീഴിൽ മറയ്ക്കുന്നത് പോലെ, കഴുകൻ തൻ കുഞ്ഞിനെ ചിറകിന്റെ മീതെ വഹിക്കുന്നത് പോലെ അവിടെവിടങ്ങളിൽ ദൈവം നമ്മെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്ത ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി ദൈവത്തിന്റെ കരുണയ്ക്കായി നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. കരമടിച്ച കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ആമേൻ. സോഷ്യൽ മീഡിയയിൽ ആമേൻ ഞാൻ എന്നും ചെയ്യുന്ന ആമേൻ ഫേസ്ബുക്ക് പേജിലൂടെ എനിക്ക് കയറുവാൻ കഴിയാത്ത സാങ്കേതികമായ തടസ്സം ആമേൻ മുമ്പിൽ വന്നിരിക്കുന്നു. ആമേൻ അതുകൊണ്ട് ആമേൻ ഞാൻ ആമേൻ എൻ്റെ മറ്റൊരു ആമേൻ ഐഡിയയിലൂടെയാണ് ഞാൻ കയറിയിരിക്കുന്നത്. എത്ര പേർക്ക് ഇന്ന് രാത്രി ഈ സന്ദേശം കാണുവാൻ കഴിയുന്നുണ്ട്, കേൾക്കുവാൻ കഴിയുന്നുണ്ട് എന്ന് എനിക്കറിയുന്നില്ല. എന്നിരുന്നാലും സ്വർഗത്തിലെ വലിയവനായ ദൈവം നമ്മുടെ നടുവിൽ ആമേൻ എല്ലാം നന്നായി ചെയ്യുന്നവനാകെ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രിയിൽ ആമേൻ ഈ സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ പേജിലൂടെ ആമേൻ ദൈവവചനം ശുശ്രൂഷിപ്പാൻ എന്നെ പ്രാപ്തനാക്കി നിർത്തിയിരിക്കുന്ന സർവകൃപാലുവായ ദൈവത്തിന് സകല മഹത്വവും മാനവും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് ശ്രോതാക്കളായിരിക്കുന്ന എല്ലാവരെയും സ്വർഗത്തിലെ വലിയവനായ ദൈവം ധാരാളം അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാരംഭത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒപ്പം ആമേൻ കോൺഫറൻസ് കോളിലൂടെ ആമേൻ അതെ കാസർഗോഡ് നിന്നും കണ്ണൂരിൽ നിന്നും അതെ പാലക്കാടിൽ നിന്നും തൃശ്ശൂരിൽ നിന്നും ആമേൻ തിരുവനന്തപുരത്തു നിന്നും ഒക്കെ കണക്റ്റ് ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ സോഷ്യൽ മീഡിയയിലൂടെ ആമേൻ ആമേൻ അതെ സ്വദേശത്തും വിദേശത്തും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആമേൻ ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന എല്ലാവരെയും ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഇന്ന് രാത്രി ആമേൻ ഒരു ചോദ്യത്തോടു കൂടെ ദൈവവചന ശുശ്രൂഷ ആരംഭിക്കുന്നു. ദുരന്തത്തിൽ നിന്ന്
മുക്തനാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ചോദ്യം ഇതാണ്, ദുരന്തത്തിൽ നിന്ന് മുക്തനാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? ഞാൻ അനുഭവിക്കുന്ന ഈ കഷ്ടതയ്ക്കകത്ത് നിന്ന്, ആമേൻ, ഈ വേദനയ്ക്കകത്ത് നിന്ന്, ആമേൻ, എന്നെ ഒന്ന് പുറത്തെടുക്കണമേ എന്ന് ആഗ്രഹിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ആഗ്രഹിക്കുന്ന ആത്മാക്കളെ തൃപ്തിപ്പെടുത്തുന്ന സ്വർഗത്തിലെ വലിയവനായ ദൈവം ഇന്ന് രാത്രി അവൻ്റെ മുഴു സാന്നിധ്യവുമായി നമ്മുടെ നടുവിൽ ആഗതനായിട്ടുണ്ട്. അവൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ ഒരിക്കൽ കൂടെ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നവനാകുന്നു. ഹല്ലേലൂയ. ആമേൻ. അതെ, അതിനാധാരമായി ഇന്ന് രാത്രി സങ്കീർത്തനങ്ങൾ 91-ന്റെ 9-10 വാക്യമാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ഒരുമിച്ച് ധ്യാനിപ്പാനും ചിന്തിപ്പാനുമായി നൽകിയിരിക്കുന്നത്. സങ്കീർത്തനങ്ങൾ 91-ന്റെ 9-10. ആരെങ്കിലും ഒരാളെ ശബ്ദം ഉയർത്തി വായിച്ചാൽ. 1-ാം സങ്കീർത്തനം 9-10. സങ്കീർത്തനം 9-10 വാക്യം. യഹോവേ, നീ എന്റെ സങ്കേതമാകുന്നു, നീ അത്യുന്നതനെ നിന്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു. ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ആമേൻ. യഹോവേ, നീ എന്റെ സങ്കേതമാകുന്നു. ഹല്ലേലൂയ. നീ അത്യുന്നതനെ നിന്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി കേൾപ്പിക്കുന്ന വാഗ്ദത്ത വചനങ്ങൾക്കായി കരമടിച്ച് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. അതെ, നിങ്ങൾക്ക് ഭയപ്പെടുവാൻ കഴിയാത്ത വിധത്തിൽ, ആമേൻ, രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും അതെ നിനക്ക് പേടിപ്പാനില്ല. ഹല്ലേലൂയ. അതെ, രാത്രിയിലെ ഭയത്തെ ഭയപ്പെടേണ്ടെന്ന്. ഹല്ലേലൂയ. അതെ, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന, ഹല്ലേലൂയ, അതെ, നാശത്തെ, ഹല്ലേലൂയ, അവൻ ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെ, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെ, അതെ, ഇരുട്ടിൽ നടക്കുന്ന മഹാമാരിക്കും അല്ല, ഉച്ചയോടെ നശിപ്പിക്കുന്ന അതെ നാശത്തിനും അവൻ നീ ഇരയാകാതെ കണ്ട് അവൻ പരിചയായി വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യം ഇന്ന് പകലിലും നീ സഞ്ചരിച്ച പാതയിൽ അനുഭവിപ്പാൻ കൃപ ലഭിച്ച ദൈവമക്കൾ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്ക. ഹല്ലേലൂയ. ആമേൻ. അതെ, ഇരുട്ടിൽ നടക്കുന്ന മഹാമാരിക്ക് അല്ല, ഉച്ചയോടെ നശിപ്പിക്കുന്ന അതെ ആ നാശത്തിന് അതെ നിന്നെ വിട്ടുകൊടുക്കാതെ, ഹല്ലേലൂയ, അനർത്ഥങ്ങളിൽ നിന്നും നിന്റെ കാല് കല്ലിൽ തട്ടാതെ, കണ്ണിനെ കണ്ണുനീരിൽ നിന്നും പ്രാണനെ മരണത്തിൽ നിന്നും വിടുവിക്കുന്നവനായ ദൈവം ഇന്ന് പകലിലും നിന്നെ വിടുവിച്ചെങ്കിൽ, നിന്നെ സൂക്ഷിച്ചെങ്കിൽ, അവന്റെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ കൃപ ലഭിച്ചെങ്കിൽ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. നിങ്ങൾ ഈ ദൈവ വചനത്തെക്കുറിച്ചുള്ള അറിവ് ഹൃദയത്തെ പൂർണ്ണമായും ധൈര്യപ്പെടുത്തുവാൻ തക്കവണ്ണം അത് ഇടയാകും. പ്രൈസ് ദി ലോർഡ്. അതിന് നിങ്ങളെ പ്രാപ്തനാക്കും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവ മക്കൾക്ക്, അതായത് മുഴുവൻ മനുഷ്യവർഗത്തിന് നേരെയുള്ള അക്രമങ്ങളിൽ ശത്രുവും അവന്റെ ആ കൂട്ടരും അല്ലെങ്കിൽ അവന്റെ കൂട്ടായ്മയായിട്ട് സംഘടിച്ച് നിൽക്കുന്നവരും ആമേൻ ആരംഭിക്കുന്ന അതെ മണിക്കൂറുകളെ കുറിച്ചുള്ള ഒരറിവാണ് ആമേൻ തിരുവചനത്തിൽ നിന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നത്. രാത്രി, ഉച്ച, ഹല്ലേലൂയ, ഈ നേരങ്ങളിലെല്ലാം അതെ സംഹാരകൻ താണ്ഡവമാടി വന്ന് അനേകരെ തകർത്ത് കളയുമ്പോൾ അതെ രാത്രിയിൽ ആമേൻ അവർ ഭയത്തോടെ ആമേൻ വരുന്നു. ഹല്ലേലൂയ. പകൽ അമ്പുകളായി ഇരുട്ടിൽ മഹാമാരിയെ പോലെ ഉച്ചയോടെ നശിപ്പിക്കുന്ന സംഹാരകൻ താണ്ഡവമാടിക്കൊണ്ടിരിക്കുന്ന ഈ ദുഷ്ടലോകത്ത് അത്യുന്നതന്റെ ചിറകിന്റെ കീഴിൽ അഭയം പ്രാപിക്കുന്ന ഒരു ദൈവ പൈതലിന് സുരക്ഷിതമായി ഭൂമിയിൽ ജീവിക്കുവാൻ കഴിയുമെന്ന് ഇന്ന് രാത്രി തിരുവചനത്തെ ആധാരമാക്കി വിളിച്ചു പറയുമ്പോൾ അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവജനം കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. പ്രിയനെ, ആമേൻ, നിങ്ങളുടെ സമയം
ആമേൻ, പിശാചിന്റെ ഇരുട്ടിന്റെ ഹല്ലേലൂയ ആ തന്ത്രപരമായ ആ സമാന തന്ത്രങ്ങൾ അറിഞ്ഞിട്ട് ആമേൻ നിങ്ങളെ അവർക്ക് എളുപ്പം നേരെ വന്ന് യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്തുവാൻ കഴിയാത്ത വിധത്തിൽ ഹല്ലേലൂയ ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് ആമേൻ വളരെ വ്യക്തമായി അതെ നമ്മെ പഠിപ്പിക്കുന്ന ഏക ഗ്രന്ഥം അതെ സത്യവേദ പുസ്തകമാണ്. ഹല്ലേലൂയ ആമേൻ. അതുകൊണ്ട് ഹോശേയ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 6-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പരിജ്ഞാനമില്ലായകയാൽ എന്റെ ജനം നശിച്ചു പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവവചനത്തിന് ശക്തിയില്ലാത്തത് കൊണ്ടോ ദൈവം ഉറങ്ങിപ്പോയത് കൊണ്ടോ മങ്ങിപ്പോയത് കൊണ്ടോ അല്ല, ആത്മാവിന് പ്രവർത്തിക്കുവാൻ കഴിയാത്തത് കൊണ്ടോ അല്ല. എന്തുകൊണ്ടാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത്? പരിജ്ഞാനമില്ലായ്മയാലാണ്. ഹല്ലേലൂയ. അതെ വചനം പറയുന്നു, അതെ പരിജ്ഞാനമില്ലായകയാൽ എന്റെ ജനം നശിച്ചു പോകുന്നു. ആമേൻ. സ്നാനപ്പെട്ടിട്ടും രക്ഷിക്കപ്പെട്ടിട്ടും ദൈവസഭയുടെ അംഗമായിട്ടും ശുശ്രൂഷയിലായിട്ടും എങ്ങനെ ജീവിക്കണമെന്ന്, ദൈവത്തെ എങ്ങനെ പ്രസാദിപ്പിക്കണമെന്ന്, ദൈവവുമായിട്ടുള്ള ബന്ധം എങ്ങനെ നിലനിർത്തണമെന്ന് അതെ പരിജ്ഞാനത്തിൽ ഉൾക്കൊള്ളാതെ ജീവിക്കുന്നത് കൊണ്ട് ജനം നശിച്ചു പോകുന്നു. ആമേൻ. പരിജ്ഞാനം ത്യജിക്കൊണ്ട് നീ എനിക്ക് പുരോഹിതനായിരിക്കാതെ വണ്ണം ഞാൻ നിന്നെയും ത്യജിക്കും. പ്രൈസ് ദി ലോർഡ്. നീ നിന്റെ ദൈവത്തിന്റെ ന്യായപ്രമാണം മറന്നു കളഞ്ഞതുകൊണ്ട് ഞാനും നിന്റെ മക്കളെ മറക്കും. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ദൈവത്തിന്റെ വചനത്തെ മറന്ന് ജീവിക്കുന്നത് കൊണ്ട്, ചില ക്രമക്കേടിലേക്ക് പോകുന്നത് കൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നു, നീ നിന്റെ ദൈവത്തിന്റെ ന്യായപ്രമാണം മറന്നു കളഞ്ഞതുകൊണ്ട് ഞാനും നിന്റെ മക്കളെ എന്ത് ചെയ്യും? മറക്കും. ഹല്ലേലൂയ. എഫെസ്യ ലേഖനം 6-ാം അധ്യായം അതിന്റെ 12-13 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇങ്ങനെയാ: നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം എടുത്തുകൊള്ളുക. പ്രൈസ് ദി ലോർഡ്. എടുത്തുകൊള്ളുവിൻ. ആമേൻ. നിങ്ങൾ ദൈവത്തിന്റെ രഹസ്യ സ്ഥലത്താണ് ജീവിക്കുന്നതെന്ന് ആമേൻ ഹല്ലേലൂയ ഒരു ആമേൻ സന്ദേശം ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ അനുഭവിച്ചുകൊണ്ടാണ് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ഇടയാകുന്നതെന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി ആമേൻ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾ ദൈവത്തിന്റെ രഹസ്യ സ്ഥലത്താണ് ജീവിക്കുന്നതെന്ന് എത്ര പേർക്കറിയാം? ഹല്ലേലൂയ. ആമേൻ. അതിനാൽ ദൈവം നിങ്ങളെ സഹായിക്കുകയും നിങ്ങൾക്ക് കൂടുതൽ ആമേൻ വലിയ ആമേൻ അതെ പ്രതികൂലങ്ങള്, പ്രയാസങ്ങള്, പ്രതിസന്ധികള് നേരിടേണ്ടി വരുമ്പോൾ അവിടുത്തെ ആത്മാവിനാൽ, അവിടുത്തെ വചനത്താൽ തന്റെ മക്കളെ ശക്തീകരിക്കുകയും ചെയ്യുന്ന ദൈവത്തിന്റെ ആമേൻ വലിയ സാന്നിധ്യം ഇന്ന് രാത്രി എത്ര പേർ അനുഭവിക്കുന്നുണ്ട്? ഹല്ലേലൂയ. യേശു പറയുക, നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിനാ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ആമേൻ. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നവനാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഞാനും നിങ്ങളും പറ്റുന്ന, ഞാനും നിങ്ങളും അനുഗമിക്കുന്ന ആമേൻ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ആമേൻ ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചവനാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ഒരിക്കലും ഭയപ്പെടരുത്. ആമേൻ. ഭീകരതയാകട്ടെ, അമ്പാകട്ടെ, മഹാമാരിയാകട്ടെ, നാശമാകട്ടെ, ഇവയ്ക്കെതിരെ ഹല്ലേലൂയ ഈ പ്രതികൂലങ്ങൾക്കെതിരെ നമുക്ക് മുട്ടുമടക്കാം, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കാരണം ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും ആമേൻ ഹല്ലേലൂയ അതേ സുബോധത്തിന്റെയും ആത്മാവിനെയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി കരമുയർത്തി എത്ര പേർ കർത്താവിന് സ്തോത്രം ചെയ്യും? ഹല്ലേലൂയ. ആമേൻ. ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. ഹല്ലേലൂയ. ആമേൻ. നാം വായിച്ച ആ പ്രാരംഭ വാക്യത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. ചോദ്യം ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു. ദുരന്തത്തിൽ നിന്ന് മുക്തനാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഏതോ ഒരു ദുരന്ത മുഖത്താണ് നിങ്ങൾ ആയിരിക്കുന്നത്, ഏതോ പ്രതികൂലത്തിന്റെ മുമ്പിലാണ് നിങ്ങൾ ആയിരിക്കുന്നത്, ഏതോ പ്രതിസന്ധിയുടെ നടുവിലാണ് നിങ്ങൾ ആയിരിക്കുന്നത് എന്ന് തോന്നുന്നെങ്കിൽ ഇന്ന് രാത്രി അതിൽ നിന്ന് മുക്തനാകുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, നിങ്ങളുടെ ആഗ്രഹത്തെ സഫലീകരിപ്പാൻ ശക്തനായ ദൈവത്തിന്റെ ഉൾനട്ട വചനത്തിന്റെ ശക്തി ശ്രോതാവേ, താങ്കൾ ഏത് പ്രതികൂലത്തിന്റെ നടുവിലായാലും, ഏത് പ്രതിസന്ധിയുടെ നടുവിലായാലും ഇന്ന് രാത്രി അതിനകത്ത് ഇറങ്ങി വന്ന് താങ്കളെ
വിടുവിപ്പാൻ ശക്തരായ ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി അനുഭവിക്കുന്നവർ ഒരിക്കൽ കൂടെ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. യഹോവേ, നീ എന്റെ സങ്കേതമാകുന്നു, നീ അത്യുന്നതനെ നിന്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു. ആമേൻ. ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല. ആമേൻ. നീ എന്റെ അഭയസ്ഥാനമായ ആമേൻ യഹോവേ അത്യുന്നതനും നിന്റെ വാസസ്ഥലവുമാക്കിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നിനക്കൊരു ദോഷവും സംഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ വാസസ്ഥലത്തിന് നേരെ വരികയില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ വാക്യത്തിലുള്ള വലിയ സത്യം, ആമേൻ, ഇതിന്റെ വാഗ്ദത്തങ്ങൾ അനുഭവിക്കുന്നവർക്ക് മാത്രമുള്ളതാ. പ്രൈസ് ദി ലോർഡ്. കണ്ട ദുഷ്ടനും പാപിക്കും പരിഹാസിക്കുമുള്ളതല്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. ഹല്ലേലൂയ. ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് എന്ത് ചെയ്യില്ല, അടുക്കുകയില്ല. ആമേൻ. സർവശക്തനായ ദൈവത്തെ അറിഞ്ഞ് അവന്റെ ഇഷ്ടം ചെയ്ത് ജീവിക്കുന്നവർക്ക് മാത്രമാണ് ഈ വാഗ്ദത്തം അനുഭവിക്കുവാൻ കഴിയുന്നത്. ആമേൻ. ആമേൻ. ഈ വാഗ്ദത്തമുള്ള ഒരു ദൈവ പൈതൽ കൂരിരിന്റെ താഴ്വരയിൽ കൂടി നടന്നാലും ഒരനർത്ഥവും ഭയപ്പെടുകയില്ല എന്നും, നീ എന്നോട് കൂടിയിരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു എന്നും ഈ ആമേൻ ദൈവ സാന്നിധ്യം അനുഭവിച്ച ഭക്തനായ ആമേൻ ദാവീദ് പറയുകയുണ്ടായി. ഹല്ലേലൂയ. യഹോവ അവനെ കാത്ത് ജീവനോടെ പാലിക്കും. ആമേൻ. സർവശക്തനായ ദൈവം ആരെന്നറിഞ്ഞ് അവന്റെ ചിറകിന്റെ കീഴിൽ ശരണം പ്രാപിക്കുന്ന ഒരു ദൈവ പൈതലിനെ കാത്ത് അവൻ ജീവനോടെ പാലിക്കും. അവൻ ഭൂമിയിൽ ഭാഗ്യവാനായിരിക്കും. അവന്റെ ശത്രുക്കളുടെ ഇഷ്ടത്തിന് നീ അവനെ ഏൽപ്പിക്കുകയില്ല. ആമേൻ. നിന്റെ തലമുറയുടെ നാശം കാണുവാൻ, നിന്റെ നാശം കാണുവാൻ പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദുഷ്ടന്റെ കണ്ണുകൾക്ക് ആമേൻ നീ നശിക്കുന്നത് കാണുവാൻ അവസരം കൊടുക്കാതെ, സിംഹത്തിനോ കരടിക്കോ ആമേൻ അതെ അണലിക്കോ വിട്ടുകൊടുക്കാതെ, തമ്പുരാന്റെ പദ്ധതിയുടെ ഭാഗമായി യഹോവയെ ഭയപ്പെട്ട് യേശുവിലൂടെ ദൈവനാമ മഹത്വത്തിനു വേണ്ടി സമർപ്പിച്ച ഭക്തന്മാരെ ആമേൻ തീച്ചൂളയ്ക്കകത്തിറങ്ങി വന്ന് വിടുവിച്ച സ്വർഗത്തിലെ വലിയവനായ ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രിയിലും അനുഭവിക്കുന്ന ദൈവജനം കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. അതേ, ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. ഹല്ലേലൂയ. നിന്റെ ശരീരത്തെ ആകട്ടെ, നിന്റെ ആമേൻ ജീവനെ ആകട്ടെ, നിന്റെ പ്രാണനെ ആകട്ടെ, നിന്റെ സമസ്ത മേഖലകളിലാകട്ടെ. അതിൽ പറയുന്നു 127 സങ്കീർത്തനം, യഹോവ ഒരു ദോഷവും തട്ടാതെ നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. ഹല്ലേലൂയ. എൻ്റെ വാക്ക് കേൾക്കുന്നവനോ നിർഭയം വസിക്കും, ദോഷഭയം കൂടാതെ സ്വൈര്യമായിരിക്കുകയും ചെയ്യും. ആമേൻ. ഇന്ന് അനേകർക്ക് സ്വൈര്യമായി വീട്ടിനകത്തിരിക്കാൻ പറ്റുന്നില്ല, വീട്ടിനകത്ത് ഉറങ്ങാൻ പറ്റുന്നില്ല, കിടക്കാൻ പറ്റുന്നില്ല, എവിടെയെങ്കിലും പോയാൽ അവിടെ ഒന്ന് സ്വസ്ഥതയോടെ ഇരിക്കാൻ പറ്റുന്നില്ല. കാരണം സ്വൈര്യം ആമേൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണെന്നറിയാമോ? എൻ്റെ വാക്ക് കേൾക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ആരുടെ വാക്കാ? സർവശക്തനായവന്റെ വാക്ക്. ആമേൻ. സദൃശവാക്യം 1:33 ജ്ഞാനിയായ ശലോമോനിലൂടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാ: എൻ്റെ വാക്ക് കേൾക്കുന്നവനോ നിർഭയമായി വസിക്കും. ഹല്ലേലൂയ. ദോഷഭയം കൂടാതെ സ്വൈര്യമായിരിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി നിന്റെ സ്വസ്ഥത നഷ്ടപ്പെട്ട്, സ്വൈര്യം നഷ്ടപ്പെട്ട്, ഉറങ്ങാനോ ഭക്ഷിക്കാനോ ജീവിക്കാനോ പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയിരിക്കുന്നതെങ്കിൽ, ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത തിരുവചന സത്യങ്ങളെ അതെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ തയ്യാറാകൂ. ആമേൻ. ഈ ലോകത്ത് അതേ സ്വസ്ഥത അനേകർക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ സ്വൈര്യമായി ഉറങ്ങത്തക്ക വിധത്തിൽ ആമേൻ നിന്നെ സ്വസ്ഥതയോടെ അതെ നയിക്കുവാൻ ശക്തനായ ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി തിരുവചനത്തിൽ ആമേൻ അതെ വെളിപ്പെടുന്ന ആ ആത്മാവിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. അതെ, നീതിമാൻ ഒരു തിന്മയും ഭവിക്കുകയില്ല, ദുഷ്ടന്മാരോ അനർത്ഥം കൊണ്ട് നിറയും. അപ്പൊ ആരാണ് അനർത്ഥത്തിനകത്ത് അകപ്പെട്ട് നശിച്ചു പോകുന്നത്? ദുഷ്ടന്മാരാ. ഹല്ലേലൂയ. അതുകൊണ്ട് ദുഷ്ടന്റെ കൂടെ കൂടരുത്, പാപിയുടെ കൂടെ കൂടരുത്, പരിഹാസികളുടെ കൂടെ കൂടരുത്. നിന്റെ വേദന വർദ്ധിക്കും, നീ അനർത്ഥത്തിനകത്ത് അകപ്പെടും. പ്രൈസ് ദി ലോർഡ്. 2 തിമോഥെയോസിന്റെ ലേഖനം 4-ാം അധ്യായം അതിന്റെ 18-ാം വാക്യത്തിൽ, കർത്താവ് എന്നെ സകല ദുഷ്പ്രവൃത്തിയിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്വർഗീയ രാജ്യത്തിനായി രക്ഷിക്കും, അവൻ എന്നേക്കും മഹത്വം. ആമേൻ. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. കർത്താവ് എന്നെ സകല ദുഷ്പ്രവൃത്തിയിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്വർഗീയ രാജ്യത്തിനായി രക്ഷിക്കും.
അതേ സഹോദര, അതേ സഹോദരി, അതേ കൂടപ്പുറപ്പേ, അതേ മാതാവേ, നിന്റെ രോഗാവസ്ഥയിൽ നിന്ന് സ്വർഗം നിന്നെ രക്ഷിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ഇവിടെ കുറെ കാലം അടിച്ചു പൊളിച്ച് ജീവിക്കാൻ വേണ്ടിയല്ല. ഈ രോഗക്കിടക്കയിൽ നിന്ന് ദൈവം നിന്നെ അവിടുത്തെ അടിപ്പുണരുകളാൽ സൗഖ്യം തന്ന് രക്ഷിക്കുന്നത് സ്വർഗീയ രാജ്യത്തിന് വേണ്ടിയാ. ആമേൻ. അതേ, നന്ദിയുള്ളവരായി അവന് മഹത്വം ഉണ്ടാകുമാറ് ജീവിക്കുവാൻ സമർപ്പിക്കപ്പെടുന്നവർ ഇന്ന് രാത്രി അവിടുത്തെ വചനത്താൽ സൗഖ്യമാകുമെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി കരമടിച്ച് എത്ര പേർ കർത്താവിന് മഹത്വം കൊടുക്കും? ഹല്ലേലൂയ. അതേ, സ്വതന്ത്രരാകുവാനുള്ള, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. അതേ, സ്വതന്ത്രരാകുവാനുള്ള ആഗ്രഹം, ആമേൻ, സ്വാതന്ത്ര്യ യാത്രയിൽ നടക്കാനുള്ള തുടക്കമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതായത് ഇന്ന് ബന്ധിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ, ആമേൻ, വീട്ടിനകത്ത് ഭിത്തിക്കകത്ത് വെളിയിലിറങ്ങുവാൻ കഴിയാതെ കട്ടിലിനകത്ത്, ആമേൻ, ഒതുങ്ങിക്കൂടേണ്ട ഒരു സിറ്റുവേഷൻ നിന്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയുന്നില്ല. എന്നാൽ നിന്നെ സ്വാതന്ത്രനാകുവാനുള്ള ആഗ്രഹം സ്വതന്ത്ര യാത്രയിൽ നടക്കാനുള്ള ഒരു തുടക്കമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് പുതിയ, ഹല്ലേലൂയ, ഈ ഒരു അനുഭവത്തിലേക്ക് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിശ്ചയമായും ഇന്ന് രാത്രി ക്രിസ്തുവിലൂടെയുള്ള ആ സ്വാതന്ത്ര്യം അനുഭവിപ്പാൻ ആഗ്രഹിക്കുന്നവർക്ക്, ആമേൻ, ക്രിസ്തുവിലൂടെയുള്ള സമാധാനം ആഗ്രഹിക്കുന്നവർക്ക് നിശ്ചയമായും തികച്ചും സൗജന്യമായി അത് നൽകുവാൻ ദൈവം ശക്തരാണ്. ഹല്ലേലൂയ, ആമേൻ. നിങ്ങൾ പറഞ്ഞാൽ യഹോവേ എന്റെ സങ്കേതം, ആമേൻ, യഹോവ എന്റെ സങ്കേതം, നിങ്ങൾ അത്യുന്നതന്റെ, ഹല്ലേലൂയ, ചിറകിന്റെ കീഴിൽ, ആമേൻ, പാർക്കുവാൻ നിങ്ങൾ സ്വയം സമർപ്പിക്കപ്പെടുന്നുവെങ്കിൽ, ആമേൻ, ഒരു ദോഷവും കൂടാതെ, ഒരു ദുരന്തവും കൂടാതെ, ഹല്ലേലൂയ, നിങ്ങളുടെ കൂടാരത്തോ നിങ്ങളുടെ സമീപത്തോ വരത്തില്ലെന്നല്ല, ആമേൻ, നിങ്ങളുടെ സമീപത്ത് ദുരന്തമുണ്ടാകും, നിങ്ങളുടെ സമീപത്ത്, ആമേൻ, ദോഷങ്ങൾ ഉണ്ടാകും. എന്നാൽ അത് നിങ്ങളെ പിടികൂടാതെ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ദൈവത്തിന്റെ വാഗ്ദത്തം, ആമേൻ, അതെ, കേട്ട് അവന്റെ വചനപ്രകാരം ജീവിക്കുന്ന തന്റെ മക്കളെ സംരക്ഷിക്കുവാൻ ശക്തനായവന്റെ സാന്നിധ്യം ഇന്ന് രാത്രിയിലും വചനം വിശ്വസിക്കുന്നവരുടെ മേൽ അവൻ തന്റെ ആത്മാവിനാൽ പകരുന്ന രാത്രിയാ. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ആമേൻ. എല്ലാ ദുരന്തങ്ങളിൽ നിന്നും തിന്മയിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു താക്കോൽ, ആമേൻ, വചനം എന്ന നിലയിൽ, ഒരു ദൈവ വചനം എന്ന നിലയിൽ, ആമേൻ, എനിക്കും നിങ്ങൾക്കും ദൈവം നൽകിയിട്ടുണ്ട്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, യഹോവയെ നിങ്ങളുടെ വാസസ്ഥലമോ, ആമേൻ, നിങ്ങളുടെ, ആമേൻ, നിയന്ത്രണത്തിന്റെ ദാതാവോ ആക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആമേൻ. ഇതുവരെ നിങ്ങൾ ഈ ദൈവത്തെ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഇന്നേക്ക് 2021 വർഷങ്ങൾക്കപ്പുറം ലോകത്തിന്റെ മധ്യസ്ഥാനമായ പാലസ്തീനയിൽ ജനിച്ച കർത്താവായി യേശു ക്രിസ്തു പറഞ്ഞു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. കഴിഞ്ഞ രാത്രി കൃപയാൽ ഞാൻ ഓർപ്പിച്ചു, വഴിയാണെന്നും സത്യമാണെന്നും ജീവനാണെന്നും സ്വയം പ്രഖ്യാപിച്ച യേശു ക്രിസ്തു, ആമേൻ, പിതാവായ ദൈവത്തെ ഉലകത്തിൽ വെളിപ്പെടുത്തുവാൻ ഇറങ്ങി വന്ന ദൈവപുത്രനാണ്. വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ഈ സത്യം ഉൾക്കൊള്ളുന്നവർ ഇന്ന് രാത്രി കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. അതെ, ലോകത്തിലെ അല്ലെങ്കിൽ അവിശ്വാസികൾക്ക്, ആമേൻ, അവർക്ക് തിന്മയിൽ നിന്നും ദുരന്തത്തിൽ നിന്നും മുക്തരാകുവാനുള്ള ഏക മാർഗം വീണ്ടും ജനിച്ച യേശു ക്രിസ്തുവിന്റെ രാജ്യത്തിലേക്ക് ആകുക എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 13-ാം വാക്യത്തിൽ നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ആക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം എന്ന് അപേക്ഷിക്കുന്നു. അങ്ങനെയെങ്കിൽ കൃപയാൽ അത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട്, ആമേൻ, ദൈവകൃപയിലായിരിക്കുന്ന സഹോദര സഹോദരി, കൂടപ്പറപ്പേ, മാതാവേ, അഭിഷക്തനെ, നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹ സ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത യേശു ക്രിസ്തുവിന്, ഹല്ലേലൂയ, ആമേൻ, സന്തോഷത്തോടെ അത് ആക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണമെന്ന് അപേക്ഷിക്കുകയാണ്. ഹല്ലേലൂയ, ആമേൻ. ഇവിടെ വളരെ വ്യത്യസ്തമായ 2 രാജ്യങ്ങൾ കാണുന്നു. ആമേൻ. എല്ലാ വ്യക്തികളും ഈ 2 രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ ഉള്ളവരാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി താങ്കൾ ഏത് രാജ്യത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു? ഹല്ലേലൂയ. ഇന്ത്യ എന്ന് പറയുന്ന മഹത്തായ രാജ്യത്തിൽ ജനിച്ച ഞാനും നിങ്ങളും, ഹല്ലേലൂയ, ഇന്ന് രാത്രി, ആമേൻ, ഒരു ആത്മീയന് മാത്രം
മാത്രമേ ഈ കാര്യം മനസ്സിലാകത്തുള്ളൂ. ഒരു ജഡീകനോ പ്രാകൃതനോ ഇത് കേട്ടുകൊണ്ടിരുന്നാൽ അവന് മാനസാന്തരമുണ്ടായി അവൻ ദൈവത്തോട് അടുക്കുവാൻ തക്കവണ്ണം ഇടയാകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ ഒരു ആത്മീയൻ ഇന്ന് രാത്രി ഏത് രാജ്യത്തിലായിരിക്കുന്നു എന്ന് തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. ഇരുട്ടിന്റെ രാജ്യം. പ്രവർത്തികളുടെ പുസ്തകം 26-ാം അധ്യായം 18-ാം വാക്യം. നിന്റെ വീട് ഏത് രാജ്യത്തിലാണ്? ഇരുട്ടിന്റെ രാജ്യത്തിലാണോ വെളിച്ചത്തിന്റെ രാജ്യത്തിലാണോ? നീ ഏത് രാജ്യത്തിന്റെ പൗരനായിട്ടാണ് ഇന്നിരിക്കുന്നത്? ഇന്ത്യ എന്ന മഹത്തായ രാജ്യത്തിൽ ജനിച്ച ഞാനും നിങ്ങളും ഇവിടുത്തെ പൗരത്വ അവകാശമുള്ളവരാ. എന്നാൽ ഒരു ആത്മീയനെ സംബന്ധിച്ചിടത്തോളം സത്യവേദ പുസ്തകം പറയുന്നു നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ആമേൻ, വെളിച്ചത്തിന്റെ ദാതാവാകുന്ന സിട്ടാവാം ദൈവത്തിന്റെ രാജ്യത്തിലാണോ താങ്കൾ? അത് ഇരുട്ടിന്റെ പ്രഭുവായ സാത്താൻ കുടികുത്തി വാഴുന്ന ഇരുളിന്റെ രാജ്യത്തിലാണോ? ഹല്ലേലൂയ. എന്നാൽ ഇരുട്ടിന്റെ രാജ്യത്തിലുള്ളവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശവും ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണു തുറപ്പാനും അവരെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് തിരിപ്പാനും ഞാനിപ്പോൾ നിന്നെ അവരുടെ അടുക്കൽ അയക്കുന്നു എന്ന് കൽപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പിതാവായ ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത് ആമേൻ ഇരുളിന് സമാനമായ ഈ ലോകത്തിൽ ദൈവത്തിൽ നടന്നുപോയി പാപം ചെയ്ത് നിത്യനാശത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന മാനവരാശിയെ അത് വെളിച്ചത്തിലേക്ക് കൈപിടിച്ചുയർത്തി നിത്യമായ സ്വർഗത്തിലേക്ക് എത്തിക്കുവാനാണ് ദൈവപുത്രനായ ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. പ്രൈസ് ദി ലോർഡ്. പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ഭാഗവാക്കാകുവാൻ കൃപയാൽ 33.5 തിരുവയസ്സ് വരെ ഈ ഭൂമിയിലായിരുന്ന ദൈവപുത്രനായ ക്രിസ്തു തന്റെ ഈ ലോക ജീവിതത്തിൽ ആമേൻ ഒന്നാമതായി പത്രോസിനെ തന്നെ അനുഗമിക്കുവാൻ തെരഞ്ഞെടുത്തു. ശേഷം ആമേൻ 12:70 അങ്ങനെ ഇന്ന് എന്നെയും നിങ്ങളെ എല്ലാം അവനെ അനുഗമിക്കുവാൻ മാത്രമല്ല അവനെ വിശ്വസിക്കുന്നവർ അവൻ ചെയ്തതിലും അധികം ചെയ്തുകൊണ്ട് നിത്യതയിലേക്ക് ആമേൻ അതെ നമ്മെ ചേർപ്പാൻ ഇറങ്ങി വരുന്ന ദൈവപുത്രനോട് കൂടെ ഒരുമിച്ചായിരിക്കുവാൻ പ്രത്യാശയോടെ ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം അതിന്റെ 53-ാം വാക്യത്തിൽ ഞാൻ ദിവസേന ദേവാലയത്തിൽ നിങ്ങളോട് കൂടെ ഇരുന്നിട്ടും എന്റെ നേരെ കൈ ഓങ്ങിയില്ല. പ്രൈസ് ദി ലോർഡ്. നോക്കണമേ, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കിയില്ല, ഒരു ദുരന്തവും നിനക്ക് ഭവിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവപുത്രനായ ക്രിസ്തു ആമേൻ ദിവസേന ആമേൻ ദേവാലയത്തിൽ നിങ്ങളോട് കൂടെ ഇരുന്നിട്ടും എന്റെ നേരെ കൈ ഓങ്ങിയില്ല. എന്നാൽ ഇത് നിങ്ങളുടെ നാഴികയും ഇരുളിന്റെ അധികാരവുമാകുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ദൈവം അനുവദിക്കാതെ കണ്ട് നമ്മുടെ തലയിലെ ഒരു രോമം കൊഴുകയില്ല എന്ന് വചനം പറയുമ്പോൾ ദൈവം അനുവദിക്കാത്ത പക്ഷം ഒരു ബാധയ്ക്കോ ഒരു മഹാമാരിക്കോ ഒരു പ്രശ്നത്തിനോ എന്നെയും നിങ്ങളെയും തകർക്കുവാൻ കഴിയത്തില്ല. വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. എഫെസ്യ ലേഖനം 6-ാം അധ്യായം 12-ാം വാക്യത്തിൽ നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ. ആമേൻ. ഒരു ബാധ പോലെ ആമേൻ നിന്നെ അലട്ടുന്ന വിഷയങ്ങളുടെ പുറകിൽ ആമേൻ വ്യാപരിക്കുന്ന പൈശാചിക മേഖലകളെ തിരിച്ചറിഞ്ഞ് അതിന്മേൽ പൊരുതി ജയമെടുക്കുവാൻ കൃപ ലഭിച്ചവരാ ദൈവമക്കൾ. ഇന്ന് രാത്രി ആമേൻ അങ്ങനെ വിശ്വസിക്കുന്നവർ എന്നോട് ചേർന്ന് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 19-20 വാക്യങ്ങളിൽ ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ അവർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. ആമേൻ. ഇന്നത്തെ തലമുറ ആമേൻ ദൈവത്തെക്കാൾ ഉപരി ഈ ലോകത്തെ ഇഷ്ടപ്പെട്ട് ലോകത്തിന്റെ മോഹങ്ങളും ആമേൻ ജഡത്തിന്റെ ഇഷ്ടങ്ങളും ഒക്കെ ചെയ്ത് ആമേൻ ദുഷ്ടനോട് കൂടെ അപ്പനെ അനുസരിക്കാതെ അമ്മയെ അനുസരിക്കാതെ വാത്സല്യമില്ലാതെ സ്വാർത്ഥരായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി അതേ നീതിമാനായ ലോത്ത് വലഞ്ഞുപോയത് ഓർത്തുകൊള്ളണം. അതേ അബ്രഹാമിന്റെ കൂടെ ആയിരിക്കാൻ ദൈവം അവസരം കൊടുത്തിട്ടും വഴക്കുണ്ടാക്കി പടങ്ങിപ്പോയ അബ്രഹാമിന്റെ സഹോദര പുത്രനായ ലോത്ത് വിവാഹം കഴിക്കാതിരുന്നില്ല, പെണ്ണ് കിട്ടാതിരുന്നില്ല, തലമുറ ഉണ്ടാകാതിരുന്നില്ല.
ഉണ്ടായിരുന്നില്ല. പക്ഷെ ന്യായവിധി വന്നപ്പോൾ ന്യായവിധിക്കകത്ത് നിന്ന് ആമേൻ പെണ്ണ് കെട്ടിയ ലോത്തിന്റെ ഭാര്യ തകർന്നുപോയി. ഉണ്ടായ മക്കൾ ആമേൻ ശപിക്കപ്പെട്ടു പോയി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ദൈവത്തിൽ നിന്ന് അകന്നു പോയാൽ നീ നിമിത്തം ആമേൻ കണ്ണുനീരും ദുഃഖവും തകർച്ചയും ഉണ്ടാകും. നീ നിമിത്തം ശപിക്കപ്പെട്ടവർ ഭൂമിയിൽ ഉണ്ടാകും. അങ്ങനെ ആമേൻ ദൈവത്തിൽ നിന്ന് ആമേൻ അതെ കാണപ്പെടുന്ന ആമേൻ തന്റെ ആമേൻ പിതാവിന്റെ സഹോദരനായ അബ്രഹാം കാണപ്പെടുന്ന ദൈവങ്ങളാണ് അപ്പൻ, അമ്മ, സഹോദരങ്ങൾ, കൂടപ്പറപ്പ്. ആമേൻ അതെ അപ്പൻ നഷ്ടപ്പെട്ടിട്ടും അമ്മ നഷ്ടപ്പെട്ടിട്ടും ചേർത്ത് നിർത്തി വളർത്തി വലുതാക്കിയ അബ്രഹാമിനോട് വഴക്കുണ്ടാക്കി ഇറങ്ങിപ്പോയ ലോത്തിന് പെണ്ണ് കിട്ടാതിരുന്നില്ല. അവന് പെണ്ണ് കിട്ടി. അവന് മക്കളുണ്ടാകാതിരുന്നില്ല. മക്കളുണ്ടായി. അവൻ പട്ടണത്തിൽ പാർത്തു. പക്ഷേ ദൈവത്തിന്റെ ന്യായവിധി ഇറങ്ങി വന്നപ്പോൾ ലോത്ത് പാർക്കുന്ന പട്ടണം തീ കൊണ്ട് ചാമ്പലായി പോയി. ആമേൻ അതിനു മുമ്പ് അതിനകത്ത് നിന്ന് രക്ഷപ്പെടുവാൻ അബ്രഹാമിനെ ഓർത്ത് ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന സഹോദര, പ്രാർത്ഥിക്കുന്ന സഹോദരി, പ്രാർത്ഥിക്കുന്ന കൂടപ്പറപ്പേ, നിന്നിൽ നിന്ന് ദൈവത്തിൽ നിന്ന് അകന്നുപോയവരെ മടക്കിക്കൊണ്ടുവരുവാൻ ദൈവം അവസരമൊരുക്കുമ്പോൾ അതിനോട് മറുതലിക്കുന്നവർക്ക് ദൃഷ്ടാന്തമായി ഇന്നും ലോത്തിന്റെ ഭാര്യ ഉപ്പുതൂണായി ചരിത്രത്തിൽ തെളിവായി നിൽക്കുകയാ. ആമേൻ അതെ അവരിൽ നിന്നും അതെ ഉണ്ടായ തലമുറ ആമേൻ അതെ ആമേൻ നിമിത്തം മോവാബ് എന്ന് പറയുന്ന തലമുറ ഉടലെടുത്തു. ആമേൻ അതെ ആമേൻ അമോലേക്കർ എന്ന് പറയുന്ന ഒരു ജാതി ഉടലെടുത്തു. അവർ ശപിക്കപ്പെട്ടവരായി ആമേൻ ലോകത്തിൽ ഒതുങ്ങിത്തീരുവാനിടയായി. അതെ കൃപയാ ആ വംശത്തിൽ പറഞ്ഞ രൂത്ത് ആ പാർത്തിരുന്ന മോവാബിയ ദേശത്തേക്ക് ആമേൻ ബേത്ലഹേമിൽ അപ്പത്തിന്റെ ഭവനമായ ആമേൻ കുടുംബത്തിൽ ആയിരുന്ന നവോമി അതെ കഷ്ടം വന്നപ്പോൾ, വേദന വന്നപ്പോൾ, നിരാശ വന്നപ്പോൾ പിടിച്ചു നിൽക്കുവാൻ ദൈവത്തിൽ ആശ്രയിക്കേണ്ടവർ തന്റെ ആമേൻ അതെ ഭർത്താവുമായി തന്റെ ആമക്കളുമായി ആമേൻ മോവാബിലേക്ക് പോയ ഒറ്റ കാരണങ്ങൾ കൊണ്ട് തന്റെ ഭർത്താവ് മരണപ്പെട്ടു, തന്റെ ആമക്കൾ മരണപ്പെട്ടു, കല്യാണം കഴിക്കാതിരുന്നില്ല, മരുമക്കളെ കിട്ടാതിരുന്നില്ല. എന്നാൽ മരുമക്കൾ ശേഷിച്ചു. ആമേൻ ഒരു തലമുറയെ കാണുവാൻ കഴിഞ്ഞില്ല. ആമേൻ തലമുറ ഉണ്ടാകാത്ത ശാപവും അകാലത്തിൽ ഭർത്താവും ആമേൻ ആമക്കളും നഷ്ടപ്പെട്ടു പോയ വേദനയും കടിച്ചമർത്തി അതെ കഴിയുന്ന നവോമി പറഞ്ഞു, മക്കളെ ഇനി എന്റെ കൂടെ നിൽക്കണ്ട, അതെ നിങ്ങൾ തിരികെ പോക്കോ. ആമേൻ ഒരുത്തി പറഞ്ഞു, ഈ അമ്മായിമ്മയുടെ കൂടെ നിൽക്കുന്നതിനെക്കാട്ടിലും ഭേദം അതെ തിരികെ പോകുന്നതാ. ഇന്ന് അനേക കുടുംബത്തിൽ അങ്ങനെയാ. ചേർന്ന് നിൽക്കേണ്ട മക്കൾ അകന്നു പോയിക്കൊണ്ടിരിക്കുകയാ. ആമേൻ അധർമ്മം പെരുകുമ്പോൾ സ്നേഹികളും വമ്പ് പറയുന്നവരും വാത്സല്യമില്ലാത്തവരും അതേ വർദ്ധിക്കുമെന്ന് തിരുവചനം പറയുന്നു. ഹല്ലേലൂയ. നോക്കണമേ, അമ്മായിമ്മയോട് ചേർന്ന് നിൽക്കേണ്ട മരുമകള് അത് കെട്ടിപ്പിടിച്ച് ചുംബിച്ചിട്ട് അകന്നു പോയപ്പോൾ ഒരുത്തി പറഞ്ഞു, നിന്റെ ആമേൻ ദൈവം എന്റെ ദൈവം, നീ മരിക്കുന്നിടത്ത് ഞാൻ മരിക്കും, നീ പോകുന്നിടത്ത് ഞാനും പോകും, അതെ വേർപിരി എന്ന് പറയരുതേ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ രൂത്ത് ആമേൻ അതെ തന്റെ ശപിക്കപ്പെട്ട ആമേൻ ആ ജീവിതത്തിൽ നിന്ന് കൃപയുടെ ജീവിതത്തിലേക്ക് ചുവട് വെക്കുവാൻ അതെ കൃപ നൽകിയ ദൈവം ഇന്ന് രാത്രി അതേ കുറവുകൾ ഏറ്റുപറഞ്ഞ് അനുദമിക്കുവാൻ മനസ്സ് വെക്കുന്നവന് അതേ നല്ല ഒരു ദേശം, അതേ മനോഹരമായ ഒരു ദേശം രൂത്തിന് ഒരുക്കിയതുപോലെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മൂത്തമ്മയായി മാറുവാൻ രൂത്തിന് കൃപ കൊടുത്തതുപോലെ ഈ കാലഘട്ടങ്ങളിൽ സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ നിന്നോട് കൃപ കാണിക്കുന്ന കരുണാമയനായ ദൈവത്തിന്റെ അതേ പാദപീഠത്തിങ്കിൽ നീ അഭയം തേടാമെങ്കിൽ അതേ ഒരു പാതയും നിന്നെ തളർത്താതെ ആമേൻ ഒരു ദുരന്തവും നിന്നെ ആമേൻ തകർക്കാതെ നിന്നെ പ്രൊട്ടക്ട് ചെയ്യുവാൻ ഇന്ന് രാത്രിയിലും സർവശക്തനായ ദൈവത്തിന് കഴിയുമെന്ന് പറഞ്ഞാൽ എത്ര പേർ ആമേൻ പറഞ്ഞ് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. ആമേൻ. തിന്മ പ്രവർത്തിക്കുന്നവനെല്ലാം വെളിച്ചത്തെ പകയ്ക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. തിന്മ ഇഷ്ടപ്പെടുന്ന തലമുറ ഹല്ലേലൂയ അവർക്ക് ഈ നന്മയെക്കുറിച്ചോ ഈ സത്യവചനത്തെക്കുറിച്ചോ സത്യ ദൈവത്തെക്കുറിച്ചോ കേൾക്കുന്നത് പോലും താല്പര്യമല്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് വഷത്വം പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദുഷ്ടലോകത്ത് ഉദരത്തിൽ നിന്ന് പുറത്തു വന്ന തലമുറ പ്രാർത്ഥനയ്ക്കോ ആരാധനയ്ക്കോ ദൈവവചന ധ്യാനത്തിനോ ആമേൻ സമയം അതെ എടുക്കുവാൻ അതെ താല്പര്യമില്ലാതെ മൊബൈലിന്റെയും ഇന്റർനെറ്റിന്റെയും ലോകത്തിന്റെ മ്ലേച്ഛതയുടെയും പുറകെ പോയി നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആമേൻ ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കുന്ന മാതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഒരു ശൗമേലിനെ പുറത്തു കൊണ്ടുവരുവാൻ ആലയത്തിലെ പുരോഹിതന്റെ കണ്ണ് മങ്ങിയിട്ടും ആമേൻ വേദന കടിച്ചമർത്തി കുടുംബത്തിനകത്ത് നിന്നയാണെങ്കിലും എന്റെ ഉദരത്തിൽ നിന്ന് ആമേൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറ പുറത്തു വരണമേ എന്ന് പ്രാർത്ഥിച്ച ഹന്നയുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്ത സ്വർഗത്തിലെ ദൈവം കരയുന്ന മാതാവേ,
കർത്താവേ, നിന്റെ പ്രാർത്ഥന നിമിത്തം ദാൻ മുതൽ ബേർശേബ വരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ശുശ്രൂഷ ചെയ്ത ഒരു ശൗമേലിനെ ദൈവം കൈപിടിച്ചു ഉയർത്തി പുറത്തു കൊണ്ടുവന്നതുപോലെ ഇന്ന് രാത്രി നിന്റെ തലമുറയെയും ആദരിപ്പാൻ ദൈവശക്തനാണ്. ഹല്ലേലൂയ. നോക്കണമേ, ആമേൻ. ആ ദുരന്തത്തിനകത്ത് നിന്ന്, ആ സോദോമിൻ അത് കത്തിച്ചാമ്പലാകുന്ന ആ ദുരന്തത്തിനകത്ത് നിന്ന് ലോകത്തിനെ വിടുവിക്കുവാൻ അബ്രഹാമിന്റെ പ്രാർത്ഥനയെ ചെവിക്കൊണ്ട് അവനെ ഓർത്ത് പ്രവർത്തിക്കുവാൻ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുവാൻ ദൈവശക്തനാണ്. കരപിടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. തിന്മ പ്രവർത്തിക്കുന്നവനെല്ലാം വെളിച്ചത്തെ പകയ്ക്കുന്നു. ആമേൻ. തന്റെ പ്രവർത്തിക്ക് ആക്ഷേപം വരാതിരിപ്പാൻ വെളിച്ചത്തിലേക്ക് വരുന്നതുമില്ല. പ്രൈസ് ദി ലോർഡ്. അന്ധകാരത്തിന്റെ രാജ്യം ഭരിക്കുന്നത് അധിപതിയായ സാത്താനാണ്. പ്രൈസ് ദി ലോർഡ്. വെളിച്ചത്തിന്റെ രാജ്യം ഭരിക്കുന്നത് ക്രിസ്തുവാണ്. പ്രൈസ് ദി ലോർഡ്. അന്നു മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെടുവിനെന്ന് പ്രസംഗിച്ചു തുടങ്ങി. ഇന്ന് രാത്രിയിലും ശരിയായ മാനസാന്തരം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകാത്തിടത്തോളം കാലം ഇരുളിന്റെ അധിപതിയായ സാത്താൻ നിന്നെ വിട്ടു പോകത്തില്ല. നിന്റെ കുടുംബത്തിൽ നിന്ന് പോകത്തില്ല, നിന്റെ തലമുറയിൽ നിന്ന് പോകത്തില്ല, നിന്റെ ശരീരത്തിൽ നിന്ന് പോകത്തില്ല. ആമേൻ. രോഗം, ദുഃഖം, കടം ഇത്യാദി നിന്റെ ജീവിതത്തിൽ കൊണ്ടുവന്ന് ആമേൻ നിന്നെ ഒതുക്കി കളയുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഹല്ലേലൂയ. അതുകൊണ്ട് മനസ്സ് പുതുക്കി ജീവിക്കുവാൻ ഇടയാകത്തക്ക വിധത്തിൽ ഇന്ന് രാത്രി കേൾക്കുന്ന വചനത്തിന് രൂപാന്തരപ്പെടുത്തുവാൻ ശക്തിയുള്ളതാകയാൽ ലോകം വേണ്ട, ലോകത്തിന്റെ മോഹം വേണ്ട, ലോകത്തിന്റെ ഇമ്പം വേണ്ട, ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം ഇത്യാദി കാര്യങ്ങളെ ക്രൂശിൽ ആമേൻ യാഗമാക്കി തീർത്തുകൊണ്ട് ഹല്ലേലൂയ ഒരു പുതിയ സൃഷ്ടിയായി ജീവിക്കുവാൻ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ ഇടയാകണം. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തു സാത്താന്റെ രാജ്യത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിച്ച് തന്റെ രാജ്യത്തിലേക്ക് കൊണ്ടുവരുന്നു. ആമേൻ. അവർക്ക് വെളിച്ചം പകർന്ന് തന്റെ സർവശക്തിയാൽ അവരെ വെളിച്ചത്തിന്റെ മക്കളാക്കി തീർക്കുന്നു. ആമേൻ. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 4-6 വാക്യം, എഫെസ്യർ 5:8. ഹല്ലേലൂയ. ഇവിടെ എല്ലാം നമുക്ക് കാണുവാൻ കഴിയുന്നത് ഈ ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വലിയ ദൈവിക പ്രവൃത്തിയാണ്. പ്രൈസ് ദി ലോർഡ്. അത് തന്റെ സ്നേഹ സ്വരൂപനായ ആ പുത്രന്റെ രാജ്യത്തിൽ നമ്മെ ആക്കി വെച്ച ദൈവത്തിന് കരപടിച്ച് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 17-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുവാൻ കഴിയുന്നു, ഇവൻ എൻ്റെ പ്രിയ പുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ സ്വർഗത്തിലെ ദൈവം താഴേക്ക് നോക്കി ആമേൻ പ്രസാദിച്ച ഒരുവനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് മാത്രമാണ്. ഹല്ലേലൂയ. ഇവൻ എൻ്റെ പ്രിയ പുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി. ഹല്ലേലൂയ. ആമേൻ. പ്രിയമുള്ളവരെ, ഈ സന്തോഷം 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 എന്നൊക്കെ പറയുമ്പോൾ ആമേൻ അത് അനുഭവിക്കുവാൻ കഴിയണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അത് ഫിലിപ്പിയ ലേഖനം 1:4 നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഉറപ്പായി വിശ്വസിച്ചുമിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പിതാവായ ദൈവം ഈ ഭൂമിയിൽ ഒരു നല്ല പ്രവൃത്തി ആരംഭിച്ചു. ഹല്ലേലൂയ. അതത്രേ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഈ ഭൂമിയിലേക്കുള്ള വരവ്. ഹല്ലേലൂയ. ആമേൻ. അവൻ ഇവിടെ വന്ന് അന്തർക്ക് ആമേൻ കാഴ്ചയും ചെകിടർക്ക് കേൾവിയും മുടന്തനെ നടത്തുമാറാക്കി ഭൂതവാദിക്ക് വിടുതൽ കൊടുത്തു. അനാഥരെ വിധവമാരെ ഒക്കെ പരിപാലിച്ചു. ഹല്ലേലൂയ. നാടെങ്ങും നന്മ ചെയ്തു. ഹല്ലേലൂയ. ആമേൻ. അതെ, ഇവിടെ ആ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുവാൻ താൻ വിശ്വസ്തരായ ചിലരെ തെരഞ്ഞെടുത്തു. ഹല്ലേലൂയ. ഇന്നും വിശ്വസ്തന്മാരെ ദൈവം അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഒടുവിൽ എൻ്റെ സഹോദരന്മാരെ കർത്താവിൽ സന്തോഷിപ്പീൻ. ഹല്ലേലൂയ. ഈ കർത്താവിനെ അനുഗമിക്കുന്ന തൻ്റെ ശിഷ്യന്മാരോട് പറയുക, നിങ്ങൾ എന്ത് ചെയ്യണം? സന്തോഷിക്കണം. അതേ കാര്യം നിങ്ങൾക്ക് പിന്നെയും എഴുതുന്നതിൽ എനിക്ക് മടുപ്പില്ല, നിങ്ങൾക്കത് ഉറപ്പുമാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. പ്രിയമുള്ളവരെ, എങ്ങനെ സന്തോഷിക്കാനാ? കൊറോണ കാരണം ആമേൻ വെളിയിലോട്ട് ഇറങ്ങാൻ വയ്യ. വെളിയിലോട്ട് ഇറങ്ങിയാൽ തന്നെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. കാലങ്ങൾ എത്രയായി ഒന്ന് സന്തോഷിച്ചിട്ട്. ആമേൻ. ഇന്ന് രാത്രിയിലും കാരാഗൃഹത്തിന്റെ അകത്തടത്തിൽ കടന്നുകൊണ്ട് പൗലോസ്ലീഹ പറയുന്ന വാക്യം ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുമ്പോൾ ആമേൻ, ലോകത്തിൽ അനേകർക്ക് സന്തോഷിക്കുവാൻ കഴിയാതെ പോകുമ്പോൾ ഒരു ദൈവ പൈതലിന് ഏത് സാഹചര്യത്തിലും സന്തോഷിക്കുവാൻ കഴിയത്തക്ക വിധത്തിൽ ഒരു ഭക്തനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർക്ക് സന്തോഷിക്കാതിരിക്കാൻ കഴിയത്തില്ല. കരപടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ. അത് മറുവശത്ത് ദൈവമക്കൾ നിരന്തരം ക്രിസ്തു യേശുവിൽ എന്ത് ചെയ്യണം? വസിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇതിനർത്ഥം അവർ
ആരാണെന്നും അവർ എവിടെയാണെന്നും അവർ ബോധവാന്മാരാകുകയും വിശുദ്ധ തിരുവെഴുത്തുകളെ അവരുടെ വാസസ്ഥലമാക്കുകയും വേണം. പ്രൈസ് ദി ലോർഡ്. അവർ വചനം സംസാരിക്കുകയും വചനത്തിൽ വിശ്വസിക്കുകയും വേണം. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്ത് ഒരാത്മീയ അതെ അനുഭവത്തിൽ, ആത്മീയ മണ്ഡലത്തിൽ ഒരാത്മീയ ജീവിയായി ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർ ആരാണെന്ന് എപ്പോഴും ബോധ്യം വേണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ദുഷ്ടന്റെ കൂടെ, പാവിയുടെ കൂടെ, പരിഹാസിയുടെ കൂടെ ഇരുന്ന് സമയം ചെലവഴിക്കേണ്ടവനല്ല. ഞാൻ യഹോവയുടെ ന്യായപ്രമാണത്തിൽ രാപ്പകൽ ധ്യാനിക്കേണ്ടവനാണ്. ഹല്ലേലൂയ. അതേ മൊബൈൽ കിട്ടുമ്പോൾ അപ്പനറിയാതെ, അമ്മ അറിയാതെ അവൻ ഇങ്ങനെ കൈ ഇങ്ങനെ മെസ്സേജ് അയച്ച് ചാറ്റ് ചെയ്ത് രസിക്കുന്നവർ ഓർത്തോളം. ഹല്ലേലൂയ. അതേ സകല അഹങ്കാരികളും ദുഷ്പ്രവർത്തിക്കാരും വേരും കൊമ്പും ശേഷിക്കാത്ത ഹല്ലേലൂയ ആമേൻ തീച്ചുളക്കകത്ത് തള്ളിയിടുന്ന ഒരു സമയം വരുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലേ, നിനക്ക് ലഭിക്കുന്ന സമയം ഇവിടെ ചാറ്റ് ചെയ്ത് ലൈക്ക് അടിച്ച് കമന്റ് ഇട്ട് കളയാനുള്ളതല്ല. ആമേൻ കണ്ണുനീരോടെ, പ്രാർത്ഥനയോടെ, ദൈവഭക്തിയോടെ ജീവിക്കുവാനുള്ളതാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ അവർ ആരാണെന്നും അവർ എവിടെയാണെന്നും അവർ ബോധവാന്മാരാകുകയും പ്രൈസ് ദി ലോർഡ് വിശുദ്ധ തിരുവെഴുത്തുകളെ ആമേൻ അവരുടെ വാസസ്ഥലമാക്കുകയും വേണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ അവർ വചനം സംസാരിക്കുകയും. ഹല്ലേലൂയ. രണ്ടുപേർ തമ്മിൽ കൂടുമ്പോൾ എന്ത് സംസാരിക്കണം? വചനം സംസാരിക്കണം. ഹല്ലേലൂയ. വചനത്തിൽ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 7-ാം വാക്യം. ഹല്ലേലൂയ. അവ വെന്തുപോകും. പ്രൈസ് ദി ലോർഡ്. ക്രമക്കേടുകളെല്ലാം തകർന്നു പോകും. ഹല്ലേലൂയ. അടിസ്ഥാനപരമായി പണിയാത്തതെല്ലാം, ഏത് അടിസ്ഥാനപരമായി? ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പണിയാത്തതെല്ലാം വെന്തുപോകും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി നിങ്ങൾക്ക് സൗഖ്യം വേണോ? നിങ്ങൾക്ക് വിടുതൽ വേണോ? നിങ്ങൾക്ക് നന്മ വേണോ? നിങ്ങൾക്ക് അനുഗ്രഹം വേണോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും. ഹല്ലേലൂയ. എന്താണ് നിങ്ങൾ ഇച്ഛിക്കുന്നത്? ഹല്ലേലൂയ. ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 13-14 വാക്യങ്ങളിൽ നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി എനിക്ക് വേണ്ടി, നമുക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുവാൻ ഹല്ലേലൂയ ശക്തനായ ആമേൻ ഒരു പിതാവുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും. അപ്പൊ ആരുടെ നാമത്തിൽ അപേക്ഷിക്കേണ്ടത്? ആമേൻ പുത്രന്റെ നാമത്തിൽ. പുത്രന്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ, പുത്രന്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ ഉത്തരം തന്നരുളാ ഒരു വാഗ്ദത്തപ്പോൾ ദയവാ എന്നുള്ളൊരു വാഗ്ദത്തം പോൽ ദയവായി പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ കർത്താവേ, യാചന നൽകണമേ. ഹല്ലേലൂയ. അതെ, നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും അതെ പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ എന്ത് ചെയ്യും? ചെയ്തു തരും. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. അതെ, നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ എന്ത് ചെയ്യും? ചെയ്തു തരും. ഹല്ലേലൂയ. ആമേൻ. അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ നിനക്ക് തരും. ഹല്ലേലൂയ. ഇന്ന് രാത്രി കരമടിച്ച് എത്ര പേർ കർത്താവിന് മഹത്വം കൊടുക്കും? ആമേൻ. അതെ, ഭക്തൻ എഴുതി സങ്കീർത്തനം 37:4. ഹല്ലേലൂയ. ഈ ലോകപ്രകാരം ജയാളിയാകുവാനും അതെ ധനികരാകുവാനും ഹല്ലേലൂയ ഈ ഭൂമിയിൽ എല്ലാ സുഖ സൗകര്യങ്ങളും ലഭിക്കുവാനുമുള്ള മാർഗം ഇവിടെ വിശ്വാസികൾക്ക് നൽകുകയല്ല. പ്രൈസ് ദി ലോർഡ്. ആത്മീക വിജയത്തിന്റെയും ആ ഫലപ്രദമായ പ്രാർത്ഥനയുടെയും മാർഗം സൂചിപ്പിക്കുകയാണ് ആമേൻ കർത്താവായ യേശു ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിന്റെ വാക്കുകൾ ഒരു വിശ്വാസിയുടെ ഹൃദയത്തെ ഭരിക്കുകയാണെങ്കിൽ അവന്റെ ആഗ്രഹങ്ങൾ തീർച്ചയായും പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തു എന്ത് നൽകുവാൻ ആഗ്രഹിക്കുന്നുവോ അത് തന്നെ അവനും ആഗ്രഹിക്കും. ആമേൻ. ക്രിസ്തുവിന്റെ വചനങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്നവർ ക്രിസ്തു പഠിപ്പിച്ചതുപോലെ
പ്രാർത്ഥിക്കും. ഹല്ലേലൂയ, ആമേൻ. അതിന് ഉദാഹരണമായി മത്തായി സുവിശേഷം 6-ാം അധ്യായം 9 മുതൽ 13 വരെയുള്ള വേദഭാഗങ്ങൾ നമുക്കൊന്ന് ശ്രവിക്കാം. ആമേൻ. അതെ, നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പീൻ: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. പ്രൈസ് ദി ലോർഡ്. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. പ്രൈസ് ദി ലോർഡ്. അതെ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെയും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. പ്രൈസ് ദി ലോർഡ്. ഇത് കേൾക്കുമ്പോൾ പറയും, ഇത് പാരമ്പര്യക്കാരുടെ പ്രാർത്ഥനയാ. ഇതൊക്കെ പഠിച്ച് പ്രാർത്ഥിച്ചിട്ട് ഇതൊക്കെ അവസാനിപ്പിച്ചിട്ട് ഞങ്ങളിപ്പോ ഹല്ലേലൂയ സ്വത്രം പറയുന്നവരുടെ കൂട്ടത്തിലാണെന്ന്. പ്രൈസ് ദി ലോർഡ്. രക്ഷപ്പെട്ടല്ലോ, ആമേൻ. ആരോടും ക്ഷമിക്കണ്ട, ആരോടും ആമേൻ എന്തല്ല രമ്യപ്പെടേണ്ട. കാരണം ഈ പ്രാർത്ഥനയില്ലല്ലോ. ആമേൻ. ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചു പോയ പിന്നെ പിണങ്ങാൻ പറ്റില്ലല്ലോ. ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത് കേട്ടിട്ട് പിന്നെ വീട്ടിൽ ഒച്ചപ്പാട് വെക്കാൻ പറ്റുമോ? രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഇരുന്നിട്ട് ആമേൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. ആമേൻ. അതെ, നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണേ എന്ന് അപ്പൻ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് ഭാര്യയും മക്കളും കേൾക്കുമ്പം അപ്പൻ ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ അപ്പം പ്രാർത്ഥിച്ചത് ദൈവത്തിന്റെ ഇഷ്ടം വരണമെന്ന് പ്രാർത്ഥിച്ചിട്ട് സാത്താന്റെ ഇഷ്ടമാണല്ലോ ചെയ്തുകൊണ്ട് അല്ലേ? അപ്പൊ ഇത് പ്രാർത്ഥിക്കാതിരിക്കുന്നത് നല്ലത്. ആമേൻ. സമുദായം വിട്ടിങ്ങ് പോന്നിട്ടും വീട്ടിലിരുന്ന് ഈ പ്രാർത്ഥന ചൊല്ലാത്തവർ എന്തുകൊണ്ടാണെന്നറിയാമോ? ഭാര്യയോട് വഴക്കിടുന്നവന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഭർത്താവിനെ അനുസരിക്കാത്ത ഭാര്യയ്ക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ? അപ്പനെ അമ്മയെ അംഗീകരിക്കാത്ത മക്കൾക്ക് ഇത് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. എന്താ നിന്റെ രാജ്യം? ആമേൻ. സന്തോഷമാണ്, സമാധാനമാണ്. ഹല്ലേലൂയ. വീട്ടിനകത്ത് സമാധാനം സന്തോഷം വേണമെങ്കിൽ ഈ പ്രാർത്ഥന ചൊല്ലിക്കോണം. പ്രൈസ് ദി ലോർഡ്. ജൽപ്പനമാകരുത്. എല്ലാ ദിവസവും എന്റെ വീട്ടിനകത്ത് ദൈവത്തിന്റെ ഇഷ്ടമാണ് നടക്കട്ടെ, സാത്താന്റെ ഇഷ്ടമല്ല. ആമേൻ. അതെ, നാട്ടുകാരുടെ ഇഷ്ടമല്ല, ദേശക്കാരുടെ ഇഷ്ടമല്ല. ആമേൻ. എന്റെ വീട്ടിനകത്ത് നടക്കേണ്ടത് ആമേൻ നിന്റെ ഇഷ്ടമാണ്. എന്റെ വീട്ടിനകത്ത് ആമേൻ സാത്താന്റെ രാജ്യമല്ല വാഴേണ്ടത്. ആമേൻ. വെളിച്ചത്തിന്റെ രാജ്യം ദൈവത്തിന്റെ രാജ്യമാണ്. അതുകൊണ്ട് ഇന്ന് മുതൽ പ്രാർത്ഥിച്ചു തുടങ്ങുക, നിന്റെ രാജ്യം വരണം എന്റെ വീട്ടിൽ. പിന്നെ ഇത് പണ്ടേ ഇറങ്ങിയതാണെന്ന്, ഇത് പണ്ടേ വന്നതാണെന്നും പറഞ്ഞ് ഈ പ്രാർത്ഥനയും പ്രാർത്ഥിക്കാതെ നീ സൂത്രവും പറഞ്ഞുകൊണ്ടിരുന്ന് നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നീ പ്രാർത്ഥിച്ചോണ്ടിരുന്നാൽ രാജ്യം വരത്തില്ല. രാജ്യം വരണമെങ്കിൽ ആമേൻ നീ വിശുദ്ധനായിരിക്കണം, നീ ശുദ്ധ ഹൃദയത്തിന് ഉടമയായിരിക്കണം, നീ അപ്പനെ അമ്മയെ അനുസരിക്കുന്നവനായിരിക്കണം, നീ മാതാപിതാക്കളെ അനുസരിക്കുന്നവനായിരിക്കണം, നീ ഭർത്താവിന് കീഴ്പ്പെടുന്നവളായിരിക്കണം. ആമേൻ. ഭർത്താവ് സകലത്തിനും ദൈവത്തിന് കീഴ്പ്പെടുന്നവനായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദുഷ്ടന്റെ കൂടെ പാപിയുടെ കൂടെ പരിഹാസിയുടെ കൂടെ ഒക്കെ നടന്നിട്ട് സ്വത്രം പറഞ്ഞാലൊന്നും ദൈവരാജ്യം ഇറങ്ങത്തില്ല. ദൈവരാജ്യം വീട്ടിനകത്തുണ്ടാകണം. ഭക്ഷണമല്ല, പാനീയമല്ല, പിന്നെയോ പരിശുദ്ധാത്മാവിനുള്ള സന്തോഷമാ. ഹല്ലേലൂയ. നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ഉല്ലാസത്തിന്റെ ജയത്തിന്റെ ഘോഷങ്ങളുണ്ട്. ആമേൻ. ഇന്ന് രാത്രി കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ആമേൻ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ആമേൻ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം അത് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. ആദ്യത്തെ 2 കാര്യം മാറ്റി വെച്ചിട്ട് ഇത് പ്രാർത്ഥിക്കും. ഇന്ന് ഞങ്ങൾക്ക് ചിക്കൻ ബിരിയാണി തരണേ. ഇന്ന് ഞങ്ങൾക്ക് ആമേൻ എന്ത് തരണം? ആമേൻ പപ്സ് തരണേ. ഇന്ന് ഞങ്ങൾക്ക് പെപ്സി തരണേ. ഇന്ന് ഞങ്ങൾക്ക് അല്ലേ? പ്രൈസ് ദി ലോർഡ്. ആദ്യത്തെ കാര്യം അങ്ങ് മാറ്റി വെക്കും. ദൈവത്തിന്റെ ഇഷ്ടമൊന്നും എൻ്റെ വീട്ടിൽ വേണ്ട, എൻ്റെ വീട്ടിൽ സാത്താൻ്റെ ഇഷ്ടം മതി. കാരണം എന്താ? കയ്യിലിരിക്കുന്ന റിമോട്ട് കൊണ്ട് ഏത് സിനിമ കാണണമെന്നാ എഴുന്നേറ്റ പാടെ ചിന്തിക്കുന്നത്. പിന്നെ സന്ധ്യയാകുമ്പം ഏത് സീരിയല് കാണണമെന്നാ. ഇതൊക്കെ തമ്പുരാന്റെ ഇഷ്ടമാണോ? ഇതൊക്കെ സാത്താന്റെ ഇഷ്ടമല്ലേ? അതുകൊണ്ട് വീട്ടിനകത്ത് ഇത് പ്രാർത്ഥിക്കത്തില്ല. ഏത് പ്രാർത്ഥിക്കത്തില്ല? ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. അതൊക്കെ ആദ്യം യേശു കർത്താവ് തന്നെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതല്ലേ? അവരൊക്കെ പ്രാർത്ഥിച്ച് അതൊക്കെ ഇവിടെ ഇറക്കിയെന്ന്. ഇനി ഞങ്ങൾ ഇറക്കാനൊന്നുമില്ല, ഞങ്ങൾ ആമേൻ കഴിക്കാൻ വേണ്ടി ഇരിക്കുന്നവരാ. അതുകൊണ്ട് പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം നമ്പർ 1 ഞങ്ങൾക്കൊരു വീട് തരണേ, ഞങ്ങൾക്കൊരു നല്ല സാഹചര്യം തരണേ, ഞങ്ങൾക്ക് നല്ല വണ്ടി തരണേ, ഞങ്ങൾക്ക് നല്ല മൊബൈൽ തരണേ, ഞങ്ങൾക്ക് നല്ല സാഹചര്യങ്ങൾ തരണേ, ഞങ്ങളുടെ മക്കൾക്ക് നല്ല വിവാഹം തരണേ, ഞങ്ങളുടെ മക്കൾക്ക് നല്ല അനുഗ്രഹം. കണ്ടോ? ഒന്നാമത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം എന്ത് ചെയ്യണം? ഈ വീട്ടിനകത്ത് വിശുദ്ധീകരിക്കപ്പെടണമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ രാജ്യം എന്ത് ചെയ്യണം? വരണം. നിന്റെ രാജ്യം വരണം. വീട്ടിനകത്ത് ഇപ്പൊ ഏത് രാജ്യമാണ്? ഞാൻ 2 രാജ്യത്തെ കുറിച്ച് പറഞ്ഞു. ഇരുളിന്റെ രാജ്യമുണ്ട്, വെളിച്ചത്തിന്റെ രാജ്യമുണ്ട്. ഇന്ന് നിന്റെ വീട്ടിനകത്ത് പോട്ടെ, നിന്റെ ജീവിതത്തിനകത്ത് ഏത് രാജ്യമാണ്? നിന്റെ അപ്പനെ നിനക്ക് ഭയമുണ്ടോ? നിന്റെ അമ്മയെ നിനക്ക് ഭയമുണ്ടോ?
നിന്റെ ഭർത്താവിന് അത് നിനക്ക് കീഴ്പ്പെടാൻ പറ്റുന്നുണ്ടോ? നിന്റെ ഭാര്യയെ നിനക്ക് ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ലെങ്കിൽ നിന്റെ അകത്ത് സാത്താന്റെ രാജ്യമുള്ളത്. പ്രൈസ് ദി ലോർഡ്. നിന്റെ അകത്ത് ഇരുട്ടാ വസിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നിന്റെ അകത്ത് വെളിച്ചമുണ്ടെങ്കിൽ മാത്രമേ നിന്റെ മുമ്പിൽ നിൽക്കുന്നത് ആരാന്ന് നിനക്ക് തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അപ്പ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ പ്രാപിച്ചവരുടെ അകം. ഹല്ലേലൂയ. ആമേൻ. അതെ, ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയാൽ സൗമ്യതയുടെ ആത്മാവിനാൽ ഒരു ആത്മീയനായിരിക്കുന്നവൻ അവനെ യഥാസ്ഥാനപ്പെടുത്തണമെന്ന. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ആത്മീയൻ എന്ന് പറയുന്ന നിന്റെ അകത്തെ ആത്മാവിന് സൗമ്യതയുണ്ടോ? പ്രൈസ് ദി ലോർഡ്. എങ്കിൽ മാത്രമേ ആമേൻ നീ വെളിച്ചത്തിന്റെ രാജ്യത്തിലാകുന്നുള്ളൂ. ഇല്ലെങ്കിൽ നീ ഇരുളിന്റെ രാജ്യത്തിലാണ്. ഹല്ലേലൂയ. ആമേൻ. അടുത്തത് പ്രാർത്ഥിക്കത്തില്ല. എന്താ കാര്യം? ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ കിട്ടാനുള്ളവരെ എന്തൊക്കെ പറയാമോ ഡിക്ഷണറിക്കകത്തില്ലാത്തതെല്ലാം പറയും. ഹല്ലേലൂയ. ആമേൻ. ആരെങ്കിലും തരാനുണ്ടെങ്കിൽ കൊടുക്കാനുണ്ടെങ്കിലോ പിന്നെ ആ വഴി പോകത്തുമില്ല. ആമേൻ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്കിൽ നിന്ന് ഞങ്ങൾ അത് പ്രാർത്ഥിക്കുക. എല്ലാവരും രാവിലെ എഴുന്നേറ്റ പാടെ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ കർത്താവേ ഞങ്ങൾ കിടക്കാൻ പോവാ, ഞങ്ങളെ കാത്തുകൊള്ളണമേ, ദുഷ്ടൻ തുടരുതേ, രാവിലെ എഴുന്നേക്കണേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രാജ്യവും ശക്തിയും മഹത്വം എനിക്ക് എന്നേക്കും നിനക്കുള്ളതല്ലോ. ഹല്ലേലൂയ. ആമേൻ. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചു. ഉയ്യോ, ഈ പ്രാർത്ഥന ഒന്ന് പ്രാർത്ഥിച്ചാൽ നന്നായിരുന്നു. പിന്നെ പ്രാർത്ഥന മാത്രം പോരെന്ന് വീട്ടിൽ എന്ത് ചെയ്യണം? സങ്കീർത്തനങ്ങളാലും ശ്രുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ എന്ത് ചെയ്യണം? പഠിപ്പിക്കണം. ആമേൻ. നിന്റെ വീട്ടിൽ തമ്മിൽ പഠിപ്പിക്കാൻ എത്ര പേരുണ്ട്? അപ്പനുണ്ടോ? അമ്മയുണ്ടോ? ഭാര്യയുണ്ടോ? ഭർത്താവുണ്ടോ? മക്കളുണ്ടോ? പേരില് അപ്പനുണ്ട്, പേരില് അമ്മയുണ്ട്, പേരില് ഭർത്താവുണ്ട്, പേരിൽ ഭാര്യയുണ്ട്, പേരിൽ മക്കളുണ്ട്, സ്വന്തമുണ്ട്, ബന്ധമുണ്ട്. പക്ഷെ കാര്യത്തിനുണ്ടോ? ഇന്ന് രാത്രി എത്ര പേർക്ക് ഭാരമുണ്ട്? ഉദരത്തിൽ നിന്ന് ആമേൻ നൊന്ത് പ്രസവിച്ച ആമേൻ തലമുറ ഇന്ന് എവിടെയാ? ദുഷ്ടന്റെ കൂടെയാണോ? ദുഷ്ടന്റെ രാജ്യത്തിലാണോ? പാപിയുടെ കൂടെയാണോ? പരിഹാസിയുടെ കൂടെയാണോ? എത്ര പേർക്ക് ഭാരമുണ്ട്? നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ടെന്ന്. ഉയ്യോ, ദേശത്ത് ഉണർവിന് വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്. ദേശത്ത് ആത്മാവ് ഇറങ്ങാൻ വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്. ദേശത്ത് ആയിരങ്ങൾ മാനസാന്തരപ്പെടാനാ പ്രാർത്ഥിക്കുന്നത്. നിന്റെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്ന തലമുറ താന്തോന്നിയായി നിത്യ നരകത്തിലേക്ക് കൂപ്പുകുത്തി വീണോണ്ടിരിക്കുമ്പം അവനെ നേടാൻ വേണ്ടി നീ എത്ര പ്രാർത്ഥിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ആമേൻ. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചു, ബുദ്ധി ഉപദേശിച്ചു, നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും. ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇത് മറ്റുള്ളവരുടെ മേലെ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ആമേൻ നിങ്ങളുടെ ഇടയിൽ ഇത് വസിക്കണമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. വാക്കിനാലോ ക്രിയയാലോ എന്തു ചെയ്താലും സകലവും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ചെയ്തു അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ട് ഇരിപ്പി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ അവന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുമെന്നുള്ളത് ആമേൻ നമുക്ക് അവനോടുള്ള ധൈര്യമാകുന്നു. പ്രൈസ് ദി ലോർഡ്. നാം എന്ത് അപേക്ഷിച്ചാലും അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നറിയുന്നുവെങ്കിൽ അവനോട് കഴിച്ച അപേക്ഷ നമുക്ക് ലഭിച്ചു എന്നറിയുന്നു. ആമേൻ. 1 യോഹന്നാന്റെ ലേഖനം 5-ാം അധ്യായം 14-15 വാക്യം. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 15:20 നമുക്ക് കാണുവാൻ കഴിയുന്നത് ആമേൻ അവൻ അവരോട് നിങ്ങളുടെ അല്പവിശ്വാസം നിമിത്തമത്രേ. ഹല്ലേലൂയ. എന്താണ് അല്പവിശ്വാസം? ഹല്ലേലൂയ. ആമേൻ. അതെ, ഈ അല്പവിശ്വാസത്തെ കുറിച്ച് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഹല്ലേലൂയ ദൈവവചനത്തിലും ദൈവത്തിലും ആമേൻ വിശ്വാസം ഇല്ലാന്നല്ല, അതിനേക്കാൾ ഉപരി ലോകത്തിൽ കാണുന്നതും ലോകത്തിൽ കേൾക്കുന്നതും വിശ്വസിക്കുന്ന ആ അവസ്ഥയാണ് അവിശ്വാസം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. ആമേൻ. ഞാൻ നിങ്ങളെ വചനം അയച്ച് സൗഖ്യമാക്കുന്ന ദൈവമാണ് എന്നൊക്കെ വചനം പറയുന്നു. ഈ വചനം പറഞ്ഞ ദൈവത്തെയും ഈ വചനത്തെയും അംഗീകരിക്കാതെ ആമേൻ ഈ ലോകത്ത് കേൾക്കുന്നതിന്റെ പുറകെ പോകുമ്പോൾ ഉണ്ടാകുന്ന ആ അവസ്ഥയുണ്ടല്ലോ, അതിനാണ് അവിശ്വാസം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
എല്ലാ കാര്യത്തിലും ആമേൻ അത് ക്രിസ്തുവിൽ പൂർണ്ണമായ ഒരു വിശ്വാസമില്ലാത്ത അവസ്ഥയല്ല ഈ സംഭവത്തിലെ അവരുടെ വിശ്വാസം സൂചിപ്പിക്കുന്നത്. പ്രത്യുത അവിശ്വാസവുമായി ഇടകലർന്ന അല്പവിശ്വാസത്തെയാണ്. ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ ചിന്തിക്കുന്നു. എന്ന് പറഞ്ഞാൽ സത്യവേദ പുസ്തകത്തിനകത്ത് പറഞ്ഞതും ആമേൻ സത്യവേദ പുസ്തകത്തിനകത്ത് പറയുന്ന ദൈവത്തെയും വിശ്വസിക്കുന്നതിനേക്കാൾ ഉപരി ഈ ലോകത്തിലുള്ള ഒരു വ്യക്തി പറയുന്നതിൻ്റെ പുറകെ പോകാനുള്ള നിന്റെ ആ മനോഭാവവും നിന്റെ ആ തീഷ്ണതയും നിന്റെ ആ ശാരീരികമായ അവസ്ഥയൊക്കെ ഉണ്ടല്ലോ, അതിനാണ് ഈ അവിശ്വാസം. നീ വിശ്വാസിയാണോ അവിശ്വാസിയാണോ എന്ന് അറിയുന്നത് നീ യേശുവിൻ്റെ കൂടെ, നീ ദൈവത്തിൻ്റെ കൂടെ, ദൈവവചനത്തിൻ്റെ കൂടെ ഇതുമായി ജീവിക്കുന്നവരുടെ കൂടെയാണോ നീ ആകുന്നത്, അതോ ഈ ലോകത്തിലെ ക്രമക്കേട് കൂടെ പാപിയുടെയും പരിഹാസിയുടെയും ദുഷ്ടന്റെയും കൂടെ അവർ പറയുന്നത് കേട്ടിട്ടാണോ പോകുന്നത്? ഇവിടെയാണ് നിന്റെ വിശ്വാസവും അവിശ്വാസവും വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. അവർ ഇത് ചെയ്യുമ്പോൾ ഒരു തിന്മയോ ദുരന്തമോ ആമേൻ അതെ മഹാമാരിയോ പ്ലേഗോ ഒന്നും അടുത്ത് വരില്ല. പ്രൈസ് ദി ലോർഡ്. അതെ, ദുരന്തമുണ്ടായാലും നിങ്ങളെ രക്ഷിക്കാൻ ദൈവമുണ്ടാകും എന്ന ഇന്ന് രാത്രി നാം കേട്ട അതേ സന്ദേശത്തിന്റെ രത്ന ചുരുക്കം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതല്ലേ ആമേൻ വായിച്ചത് നാം പ്രാരംഭത്തിൽ. ആമേൻ. അതെ, യഹോവേ നീ എൻ്റെ സങ്കേതമാകുന്നു, നീ അത്യുന്നതനെ നിന്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു, ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇങ്ങനെ വചനമൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഈ വചനമൊക്കെ വായിച്ചിട്ട് പേടി കിട്ടാതിരിക്കാൻ ബൈബിൾ എടുത്ത് തലയുടെ കീഴം വെച്ച് കിടന്ന് ഉറങ്ങിയാലൊന്നും ബാധ നിന്നെ പിടിക്കാതിരിക്കത്തില്ല, നിന്റെ കൂടാരത്തിൽ വരാതിരിക്കത്തില്ല. ആമേൻ. ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് പോലെ നീ ജീവിക്കാൻ തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ജീവിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഒത്തിരി വിദ്വാൻമാരുണ്ട്. ആമേൻ. അങ്ങനെ ജീവിക്കുന്നവരുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് രാത്രിയിലും ഈ സോഷ്യൽ മീഡിയയിലൂടെ ആമേൻ അതെ ആത്മാർത്ഥതയോടെ നിന്നുകൊണ്ട് ഈ കോവിഡിന്റെ സമയത്തും ശക്തമായി ദൈവം നൽകിയ സന്ദേശം പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. ആമേൻ. ഈ സമയങ്ങളിലെല്ലാം ഞാനും ഒരു മനുഷ്യനായി ചില പ്രയാസങ്ങളിലൂടെ, പ്രതികൂലങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ കടന്നുപോയപ്പോൾ ഈ ജീവന്റെ വചനമാണ് എന്നെ നിലനിർത്തിയത്. ഈ വചനമാണ് എന്നെ ശക്തീകരിച്ചത്. ഈ വചനമാണ് ഇന്നും എന്നെ ഉശിരോടെ നിർത്തിയിരിക്കുന്നത്. ആമേൻ. വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം, അവിശ്വസിക്കുന്നവർക്ക് അവിശ്വസിക്കാം. ആമേൻ. അനുഭവത്തെ ഗണ്ണിക്കുവാൻ ലോകത്താർക്കും കഴിയത്തില്ല. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ അധികാരമുള്ള സ്വർഗത്തിലെ വലിയവനായ ദൈവം മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് അയച്ച ദൈവപുത്രനായ ക്രിസ്തുവിന്റെ ഒന്നാമത്തെ വരവിന്റെ ലക്ഷ്യം പാപിയായ നിന്നെ ആമേൻ പാപമില്ലാത്ത ആമേൻ ഒരു വ്യക്തിത്വത്തിന് ഉടമയാക്കി നിത്യജീവൻ അവകാശിയാക്കി നിത്യരക്ഷ എന്തെന്ന് നീ അറിയുവാനും നിത്യതയുടെ തുറമുഖത്തേക്ക് നിന്നെ എത്തിക്കുവാനുമാണ്. ഹല്ലേലൂയ. ഈ കാര്യങ്ങൾ പിതാവായ ദൈവം തൻ്റെ പുത്രനെ ഏൽപ്പിച്ചത് ഒന്നുപോലും കുറയാതെ മുഴുവനും പൂർത്തീകരിച്ചിട്ട് സമയമായപ്പോൾ പിതാവിൻ്റെ വലതുഭാഗത്തേക്ക് ഇവിടെ നിന്ന് കയറിപ്പോയി. ഹല്ലേലൂയ. കയറിപ്പോകുന്നത് നോക്കി നിന്ന് ശിഷ്യന്മാരോട് പറഞ്ഞു, ആമേൻ, ഞാൻ പോയതുപോലെ മടങ്ങി വരും. എന്നിൽ പ്രത്യാശയോടെ ജീവിക്കുന്ന നിങ്ങളെ ഞാൻ ഇരിക്കുന്നിടത്ത് കൊണ്ടിരുത്തുവാൻ. പ്രൈസ് ദി ലോർഡ്. ആ വരവിന്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് ചോദിച്ച ശിഷ്യന്മാരോട് പറഞ്ഞു, ഇതൊക്കെ കാണുമ്പോൾ ഞാൻ വാതിക്കലായിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിയണം. യുദ്ധങ്ങൾ, യുദ്ധശ്രുതികൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പങ്ങൾ അവിടെ ഇവിടായി ഉണ്ടാകുമ്പോൾ ഇതാ ഞാൻ വാതിക്കൽ. ഹല്ലേലൂയ. ഇന്ന് രാത്രി നമ്മുടെ കർത്താവ് മടങ്ങി വരുവാൻ സമയമായി. പ്രിയമുള്ളവരെ, ഇവിടെ ഉണ്ടാകുന്ന ദുരന്തങ്ങളുടെ മുമ്പിൽ സ്വസ്ഥതയില്ലാത്തവരായി, സമാധാനം നഷ്ടപ്പെട്ടവരായി, ആമേൻ അതേ ക്രമക്കേടിൽ അകപ്പെട്ട് തകർന്നു പോകുന്നവരെ പോലെ തകർന്നു പോകാതിരിക്കേണ്ടതിന് സർവശക്തനായ ദൈവത്തിൻ്റെ ആ വചനത്തെ സ്വീകരിച്ച് നിത്യജീവൻ അവകാശിയായി ജീവിക്കുവാൻ ഇന്ന് രാത്രി ശ്രോതാക്കളായിരിക്കുന്ന എല്ലാവരെയും ഈ വചനങ്ങളാൽ ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്ന ആത്മാക്കളെ കുറിച്ച് ഭാരമുള്ളവർ അബ്രഹാമിനെ പോലെ അതെ പ്രാർത്ഥിപ്പാൻ, അതെ സ്ത്രീകന്മാരെ പോലെ പ്രാർത്ഥിക്കുവാൻ തയ്യാറെങ്കിൽ പ്രവർത്തിപ്പാൻ ദൈവം ശക്തരാണ്. കണ്ണുകളെ അടച്ചാട്ട്. ഹല്ലേലൂയ. ആമേൻ. എന്നെ ഒരിക്കലും ഹല്ലേലൂയ ആമേൻ അതെ രക്ഷാകരമായ അനുഭവത്തിലേക്ക് അത് തള്ളിയിടുവാൻ ശ്രമിക്കുന്ന ദുഷ്ട പിശാചിന്റെ കയ്യിൽ അകപ്പെട്ട് ഞാൻ ലജ്ജിച്ചു പോയി, ആമേൻ തകർന്നു പോയി, ആമേൻ ഇല്ലാതാകാതിരിക്കേണ്ടതിന് ഇന്ന് രാത്രി കേൾപ്പിച്ച ദൈവവചനത്തിന് മുമ്പാകെ ഇന്ന് രാത്രി എത്ര പേർ മനസ്സ് വെക്കും? ഹല്ലേലൂയ. അത് കൃപയുള്ള ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഏത് തരത്തിലുള്ള ദുരന്തങ്ങളിൽ നിന്നും
എങ്ങനെ രക്ഷപ്പെടാമെന്ന് അവിടുന്ന് ഇന്ന് രാത്രി വചനത്തിലൂടെ പഠിപ്പിച്ചതിനായി നന്ദി. ദുഷ്കരമായ സമയങ്ങളിൽ പോലും ആമേൻ അവിടുത്തെ വചനത്തിൽ അടിയുറച്ച് വിശ്വസിക്കുവാനും ജീവിക്കുവാനും എന്നെ സഹായിക്കണമേ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യം അത് ഉള്ള വ്യക്തിയായി ജീവിക്കുവാൻ ഇന്ന് രാത്രി എന്നെ സമ്പൂർണമായി സമർപ്പിക്കുന്നു എന്ന് എത്ര പേർ ദൈവസന്നിധിയിൽ തീരുമാനമെടുക്കും? ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. അത് ഭയത്തെ മറികടക്കുവാൻ, ഹല്ലേലൂയ, ആമേൻ, പ്രതികൂലത്തെ മറികടക്കുവാൻ, പ്രതിസന്ധിയെ മറികടക്കുവാൻ അവിടുത്തെ ഇഷ്ടം, ഹല്ലേലൂയ, തിരിച്ചറിഞ്ഞ് അതിൻ പ്രകാരം ജീവിക്കുവാൻ, ഹല്ലേലൂയ, എന്നെ സഹായിക്കണമേ, എന്നെ അനുഗ്രഹിക്കണമേ. അവിടുത്തെ ഇഷ്ടവും അവിടുത്തെ ഹിതവും എന്നിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ തലമുറയിൽ, എൻ്റെ ജീവിത പങ്കാളിയിൽ വെളിപ്പെടുവാൻ ഇന്ന് രാത്രി എന്നെ സമ്പൂർണമായി സമർപ്പിക്കുകയാണ്. ആമേൻ. ഇന്ന് രാത്രി സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും പിതാവിൻ്റെ പുത്ര പരിശുദ്ധാത്മാവിൻ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ആരെങ്കിലും രോഗികളാൽ, ദുഃഖിതരായി, ഭാരത്തോടെ, വേദനയോടെ, നിരാശയോടെ, ആകുലതയോടായിരിക്കുന്നുവെങ്കിൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് സന്തോഷത്തിൻ്റെ പരിപൂർണതയിലേക്ക് എല്ലാവരെയും കൈപിടിച്ചുയർത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. സ്വർഗം അത്ഭുതങ്ങൾ ചെയ്താൽ പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിച്ചതുപോലെ ആമേൻ, ഈ കൂട്ടായ്മയിൽ എത്ര പേര് പങ്കെടുത്തെന്നോ ആരൊക്കെ ഉണ്ടായിരുന്നുവെന്നോ എനിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കാത്ത ബുദ്ധിമുട്ട് ആമീൻ നേരിടുകയുണ്ടായി. എങ്കിലും ആമീൻ ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിച്ച എല്ലാവരെയും സ്വർഗത്തിലെ വലിയവനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇത് ഷെയർ ചെയ്യുകയും ആമീൻ പ്രാർത്ഥിക്കുകയും ആമീൻ ഇതിൻ്റെ ഡാറ്റ ക്രമീകരണം ചെയ്യുകയും ഒക്കെ ചെയ്ത എല്ലാവരെയും സ്വർഗത്തിലെ വലിയവനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കണ്ണൂരിൽ നിന്ന് വത്സമ്മ ബാബു, അതുപോലെ തന്നെ കുഞ്ഞമ്മ രാജു, ആമേൻ, അതെ, കർത്താവിന്റെ ദാസി, ആമേൻ, ലീലാമ്മ ജോസ്, ആമേൻ, കോൺഫറൻസ് കോളിൽ പങ്കെടുപ്പാനിടയായി തീർന്നു. അവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയിൽ നിന്ന് ആമേൻ കുഞ്ഞമ്മ, ആമേൻ ഭരതൻ, ആമേൻ ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്നു. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അതുപോലെ കാസർഗോഡ് കാഞ്ഞങ്ങാട് നിന്ന് KS അമ്മണി അവരുകൾ ഇന്ന് രാത്രി നമ്മുടെ ഈ കൂട്ടായ്മയിൽ പങ്കെടുത്തിരിക്കുന്നു. 85 വയസ്സ് പ്രായമുള്ള മാതാവ് തീക്ഷ്ണതയോടെ ഈ കൂട്ടായ്മയിൽ ആയിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിനും വിടുതലിനും കാരണമാണ്. എല്ലാവരും സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വാത്സല്യ മാതാവ് ആമേൻ KS അമ്മണി അവരുകൾ ഇപ്പോൾ ശബ്ദമുയർത്തി ആമേൻ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നതായി. പലവിധമായ തടസ്സങ്ങൾ പോലുണ്ടായെങ്കിലും കർത്താവെ അതൊക്കെ തരണം ചെയ്ത് കർത്താവെ ഇത്രത്തോളം കർത്താവ് സഹായിച്ചല്ലോ. വഴി നടക്കുന്ന കർത്താവെ ശത്രു തകർത്ത് കളയാതെ കർത്താവെ ഈ പ്രവർത്തനം മുന്നോട്ട് പോകാൻ കർത്താവിന്റെ മധ്യത്തിൽ കർത്താവിന്റെ പരിശുദ്ധാത്മാ പ്രവർത്തിക്കുമാറാണ് പ്രവർത്തിക്കുമാറാണ് എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു, തുതിക്കുന്നു കർത്താവെ. ഉള്ളിക്കൂടി കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവെ അവിടുത്തെ പാഠത്തിൽ സമർപ്പിച്ചതിയും പ്രാർത്ഥിക്കുന്നു കർത്താവെ. അനേകർ ദേവലായി ഭാരപ്പെടുന്നവരും കഷ്ടപ്പെടുന്നവരും പ്രയാസപ്പെടുന്നവരും എല്ലാം ഓർത്തടിയും പ്രാർത്ഥിക്കുകയാണ്. കൂടുതലും കർത്താവിനുണ്ടല്ലോ നാദാ ഇതിനെ പ്രവർത്തിക്കുമാറാണ് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതുകളെ വസിക്കുന്നവനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. എല്ലാം ഞങ്ങൾ എന്നാൽ ഞങ്ങളെ എത്രത്തോളം സഹായിക്കുകയും വഴി നടത്തുകയും ചെയ്തല്ലോ നാദാ. നിങ്ങളുടെ സ്തോത്രം കർത്താവെ. ഓരോ ഭവനങ്ങളെയും ഓരോ വ്യക്തികളെയും കർത്താവിന്റെ പാദത്തിൽ സമർപ്പിച്ചതിയും പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാവരെയും നീ ഒരുപോലെ അനുഗ്രഹിക്കുമാറാകണം. കാര്യപ്പെടുന്നവർ കഷ്ടപ്പെടുന്നവരുണ്ട് കർത്താവെ, കടഭാരത്താൽ കഴിയുന്നവരുണ്ട് കർത്താവെ. സ്തോത്രം, സ്തോത്രം. ഇല്ലാത്തവരുണ്ട് നാദാ. നീ എല്ലാവരെയും സഹായിക്കണം, ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാകുന്നല്ലോ നാദാ. ഞങ്ങൾക്ക് കർത്താവ് കരുതുന്നതാകയാൽ സകല ചിന്താവലവും ലംഘനേനിട്ടുകൊള്ളുവാൻ ദൈവത്തിന്റെ വസ്തുത ഉണ്ടല്ലോ. പ്രവൃത്തി നടന്ന് വെളിപ്പെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു നാദാ. ഞങ്ങളെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. നിങ്ങളെയും കർത്താവെ അവിടുത്തെ പാദത്തിൽ നാദാ. നന്ദിയോടെ സ്തോത്രം ഭവനമായി ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവെ. അവരുടെ
എല്ലാവിധ ആവശ്യങ്ങളുടെ മധ്യത്തിൽ ദൈവം സഹായിക്കണം. ദൈവം ബലപ്പെടുത്തണം. അപ്പൊ ഇതുങ്ങളെല്ലാം അനുഗ്രഹിക്കണം കർത്താവേ. നല്ലൊരു കുടുംബജീവിത പ്രദാനം ചെയ്യണമെന്ന് ദൈവം പ്രവർത്തിക്കുമാറാണ് പ്രാർത്ഥിക്കും. ദൈവത്തിന് സ്തോത്രം. കരുണയുള്ള ദൈവം കരുണ തോന്നണം മനസ്സിലുള്ള കർത്താവേ. ദൈവം പ്രവർത്തിക്കണം പ്രാർത്ഥിക്കുന്നു. വളരെ കുഞ്ഞമ്മയ്ക്കായി സ്തോത്രം. കുടുംബമായി അനുഗ്രഹിക്കണം. കുഞ്ഞുങ്ങളെല്ലാം അനുഗ്രഹിക്കണം കർത്താവേ. ആക്കുന്ന കർത്താവിന് നന്ദി പറയുന്നു. സ്തുതിക്കുന്നു. സ്തോത്രം. കർത്താവ് പ്രവർത്തിക്കണം എന്ന് പ്രാർത്ഥിക്കാവുന്ന കർത്താവെ സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു കർത്താവെ. കുഞ്ഞുങ്ങൾക്കായി കർത്താവെ, രാജനായി കുഞ്ഞുങ്ങൾക്കായി അവരുമായി നേരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവിനെ കാക്കുകയും പരിപാലിക്കുകയും ചെയ്യണം. ആവശ്യമുള്ള മധ്യത്തിൽ ദൈവം പ്രവർത്തിക്കണം. ദൈവനാമത്തോടുക്കണം. എല്ലാ ബന്ധങ്ങളിലും കർത്താവ് പരിപാലിക്കുകയും പിടിക്കുകയും ചെയ്യുമാറാണ് പ്രാർത്ഥിക്കും. ദൈവമേ, ദൈവത്താൽ അനുഗ്രഹം പ്രാപിപ്പാൻ ദൈവം സഹായിക്കായി കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. കുഞ്ഞുങ്ങളെല്ലാം പരിപാലിക്കണപ്പാ. നീ അത്ഭുതം പ്രവർത്തിക്കണമേ പ്രാർത്ഥിക്കും. ദൈവങ്ങളിൽ സമർപ്പിക്കുന്നു. ലക്ഷ്മിക്കായി ഭാവനായി സ്തോത്രം പരിപാലിക്കുന്നത് സ്തോത്രമുള്ള എല്ലാ പ്രതിബന്ധങ്ങളിൽ നിന്ന് വിടുവിക്കണം. രോഗത്തിൽ നിന്ന് വിടുവിക്കണം. കർഷകരിൽ നിന്നെല്ലാം വിടുവിക്കണം. എല്ലാ മധ്യത്തിൽ കർത്താവ് സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണം പ്രാർത്ഥിക്കുന്നു. കർത്താവിന് നന്ദിയോടെ സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. കർത്താവിനായി കുടുംബമായി ദൈവങ്ങളിൽ സമർപ്പിക്കും. നിങ്ങളുടെ എല്ലാ കർഷകരും പ്രയാസവും എല്ലാം വിടുവിക്കണം. കർത്താവ് കൂടെ ഇരുന്ന് പ്രവർത്തിക്കണം. എല്ലാം നന്മകളെ നിറയ്ക്കണം. വാസന പ്രാർത്ഥന നിങ്ങളെ മാനിക്കുന്ന ദൈവമാകയാൽ സ്തോത്രങ്ങളുടെ മറ്റത്തിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിന് പുതിയ സ്തോത്രം അർപ്പിക്കുന്നു. നിങ്ങളുടെ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. ഇപ്പോഴും പ്രവർത്തിക്കണം. മനസ്സിനായി കർത്താവേ, ശിവങ്ങൾക്കായി കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. കർത്താവിന്റെ മക്കളും വാർത്താലും പ്രാർത്ഥനയും ചെയ്യുന്നല്ലോ. ദൈവനാമോദത്തിനാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സഹായിക്കണം. ബലപ്പെടുത്തണം. കുഞ്ഞുങ്ങൾക്ക് നല്ല ഭാവി ഒരുക്കണം. അവരുടെ ആവശ്യങ്ങളുടെ മറ്റെല്ലാം ദൈവം സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണം പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നീ കാക്കുന്ന ദൈവമാകുന്നു, പരിപാലിക്കുന്ന ദൈവമാകുന്നു, വിടുവിക്കുന്നവനും രക്ഷിക്കുന്നവനും ആകുന്നല്ല മാതാ. അങ്ങോടെ സ്തോത്രം. കർത്താവിന്റെ സന്തോഷനെയും സ്വന്തമായി നേരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവിന്റെ കുഞ്ഞുങ്ങളെ ദൈവം മാനിക്കണേ. എല്ലാം മാനിക്കണം. കർത്താവിനെ അനുഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു. കുടുംബമായി ദൈവങ്ങളിൽ സമർപ്പിക്കുന്ന കുടുംബമായി ദൈവങ്ങളിൽ സമർപ്പിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും കാക്കുന്ന ദൈവത്തിനായി കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. എല്ലാവരെയും കാക്കണം, പരിപാലിക്കണം. അച്ഛൻ കുടുംബമായി അനുഗ്രഹിക്കണം. ചിറ്റയും കുടുംബമായി അനുഗ്രഹിക്കണം. എല്ലാ കുഞ്ഞുങ്ങളെയും കാക്കുകയും പരിപാലിക്കുകയും ചെയ്യണം. ആവത്തെ കാലത്ത് എല്ലാവരെയും വിടുവിക്കണം. കർത്താവേ, നന്ദിയോടെ സ്തോത്രം. കർത്താവേ, കർത്താവ് ദാസനെയും ഭർത്താവ് കരങ്ങളിൽ എടുത്തല്ല നാഥാ. തിരുവേനി എല്ലാ കുഞ്ഞുങ്ങളെയും പരിപാലിക്കണേ. നിന്റെ ദാസനെ അനുഗ്രഹിക്കണം. ദാസനെയും കുടുംബത്തെ അനുഗ്രഹിക്കണം. ദാസിക്കായി കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. എല്ലാവരെയും പരിപാലിക്കണം. അവരുടെ ആവശ്യങ്ങളുടെ മൊത്തത്തിൽ ദൈവം സഹായിക്കണം. സ്വർഗത്തിലെ അപ്പച്ച അവിടുത്തെ പെരുന്നാളിൽ ഒന്നിനും കുറവില്ലല്ലോ. സ്വർഗം ആരും തുറന്നു കൊണ്ടോളാം പ്രാർത്ഥിക്കുന്ന മനസ്സിന് മതിയുമായി പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ വാദപ്പെടുത്തി പ്രവർത്തിക്കുകയാവുന്ന കർത്താവേ, ഞങ്ങൾക്കെല്ലാം ഞങ്ങൾക്കെല്ലാം പൊന്നുനാമോഹത്തിനായി തീരുവാൻ എല്ലാം സഹായിക്കണം. ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, രാത്രി നടക്കുന്ന യോഗങ്ങളെല്ലാം വലിയ അനുഗ്രഹമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ തടസ്സങ്ങളും ദൈവം നീക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതുകൊണ്ട് എല്ലാ കുഞ്ഞുങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ അനുഗ്രഹമാക്കി തീർക്കണം. ഇത് മുഖാന്തരം കർത്താവ് വലിയൊരു അനുഗ്രഹം പ്രാപിക്കണം. ഓരോ കുടുംബത്തിനും ദൈവം സഹായിക്കണം. എല്ലാവരുടെയും ക്ഷീണങ്ങളും പ്രയാസങ്ങളിൽ എല്ലാം ദൈവം വിടുവിക്കണം. ഏറെ പ്രത്യാശമുള്ളവരാക്കി തീർക്കണം. കർത്താവെ, ഉച്ചതയ്ക്ക് അവകാശങ്ങളൊക്കെ തീർക്കണം. കർത്താവെ, നന്ദിയോടെ സ്തോത്രം. ആർക്കും അനർത്ഥങ്ങളൊന്നും വ്യക്തപരമായി തീരരുത്. ദൈവം പ്രവർത്തിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങോടെ സ്തോത്രം ശ്രദ്ധിക്കുന്നു. കർത്താവെ, ദൈവസ്ഥിതിയിലേക്ക് നിലനിൽക്കുമല്ല. ദൈവസ്ഥ ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ കർത്താവ് ഞങ്ങൾക്ക് കർത്താവെ കരുണ കാണിച്ചിരിക്കുക. സ്തോത്രം ചെയ്യുന്ന ദൈവത്തിൽ ഉറച്ചു കർത്താവെ നിൽക്കാനുള്ള കൃപ ഓരോരുത്തരെയും നീ ഒരുക്കുമാറാക്കണമേ. നന്ദിയോടെ സ്തോത്രം. കർത്താവെ, എല്ലാവരെയും ഓർത്ത് എന്നിട്ടും പ്രാർത്ഥിക്കുന്ന കർത്താവെ, നശിച്ചു പോകാതെ കർത്താവെ ദൈവത്തിന് വേണ്ടി ഇപ്പോൾ എല്ലാ കുഞ്ഞുങ്ങളെയും പ്രാർത്ഥിക്കുന്നു. അപ്പൊ പ്രവർത്തിക്കുമാറാവണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, കർത്താവിന്റെ വരവേറ്റ് വന്നു വരിക്കുന്ന പ്രവർത്തി വെളുക്കുവാനിടെ പ്രാർത്ഥിക്കുന്നു.
പ്രാർത്ഥിക്കുന്നപ്പാ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നേ കർത്താവെ ദൈവമേ ഈ സമയത്തിന് വേണ്ടി കർത്താവെ കൂടുതലായി പ്രാർത്ഥിപ്പാനും നിന്റെ കുഞ്ഞുങ്ങളായി വരട്ടെക്കണം നീ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നേ. ആരും വഴിയിൽ നശിക്കാതെ പുത്രനെ ചിന്തിച്ചുകൊണ്ട് മുമ്പോട്ട് വന്നിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. അല്പം പ്രവർത്തിക്കണേന്ന് പ്രാർത്ഥിക്കുന്ന അറിയാതെ എല്ലാവരും നീ അനുഗ്രഹിക്കണേ. വചനത്തിന്റെ എല്ലാ ഓരോന്റെ അതിനാണ് തുറക്കണം, തടസ്സങ്ങളെല്ലാം നീക്കണം. അന്യം കാക്കണം കർത്താവ്, എല്ലാ പ്രിയപ്പെട്ടവരെയും കാക്കണം, എല്ലാ കുടുംബങ്ങളെയും കാക്കണം. ദൂരങ്ങളുടെ കാവലുണ്ടാകണം, ശത്രു ആരെയും തകർത്ത് കളയരുതെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. നന്ദിയോടെ ജനത്തെ എല്ലാം പിടിക്കണം. സമാധാനം ഇല്ലാത്തവർക്ക് എല്ലാം സമാധാനം കൊടുക്കണം കർത്താവേ. സ്വോത്രം സ്വോത്രം ആപത്തിനടുത്ത് എല്ലാവരെയും പിടിവിക്കണേന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങൾക്കെല്ലാം ലോകേ ഞങ്ങൾക്കെല്ലാം കിടക്കുന്നതാവും ബോധത്തിനായി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പോ ഞങ്ങളുടെ സ്വോത്രം ചെയ്ത് കുടിക്കുന്ന കർത്താവേ. കർത്താവിന്റെ മാതൃകത്തിലെല്ലാം സമസ്തവാനും സമർപ്പിക്കുന്ന ഇത്രയും താഴ്ചയുടെ ധ്യാനിക്കുന്ന കൃപയോട് കേട്ടുത്തരാണെന്ന് സ്വർഗിക്കാവേ. ആമേൻ ആമേൻ ആമേൻ. ഇന്ന് രാത്രി കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം. ആമേൻ. കണ്ണൂരിൽ നിന്നും വാത്സല്യ തങ്കമ്മ ജോസിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഈ കൂട്ടായ്മയിൽ പ്രാരംഭം മുതൽ പങ്കെടുക്കുവാൻ ഇടയായി തീർന്നു. രോഗാവസ്ഥയിൽ നിന്ന് കർത്താവ് പൂർണ്ണമായി തന്നെ വിടുവിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ ഈ കൂട്ടായ്മയിൽ പങ്കെടുത്ത എല്ലാവരെയും ഓർത്ത് ആമേൻ. കർത്താവിന്റെ ദാസ് ആമേൻ. ഈ കർത്താവിന്റെ ദാസൻ ആമേൻ ബെന്നി എസിനായി, ഷിജിമോൾ ബെന്നിക്കായി സ്തോത്രം ചെയ്യാം. പാസ്റ്റർ എൽ ജോസിനായി സ്തോത്രം ചെയ്യാം. ഇവരെല്ലാം ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ ആമേൻ. സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ പേജിലൂടെ ഇന്ന് ഈ കൂട്ടായ്മ നടത്തുവാൻ സാധിക്കാത്തതിൽ എനിക്ക് ഖേദമുണ്ട്. കാരണം ആമേൻ അത് സോഷ്യൽ മീഡിയയുടെ എന്തോ പ്രോബ്ലം കൊണ്ടാണ്. ആമേൻ. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ. തോമസ് എബ്രഹാം അണലിപ്പറമ്പിൽ കർത്താവിന്റെ ദാസൻ, അതുപോലെ ബിജു പി ആർ ആമേൻ. ഇവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ആമേൻ. ഈ സമയത്തും അവർ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നല്ലോ. അതുപോലെ തന്നെ ആമേൻ മഞ്ജു ബാസിൽ, ആമേൻ ഷിജിമോൾ ബെന്നി, ആമേൻ ഹല്ലേലൂയ. അവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അതുപോലെ കലാ സുകുമാരി ആമേൻ. അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. ആമേൻ. തൻ്റെ ആമേൻ സഹോദരി ആമേൻ ഹല്ലേലൂയ കോവിഡിനാൽ ആമേൻ കഴിഞ്ഞ ദിവസങ്ങൾ ഹോസ്പിറ്റലിലായിരുന്നു. പശ്ചാത്തലത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്നിട്ടില്ല. ആമേൻ. 2 കുഞ്ഞുങ്ങളുണ്ട്, വളരെ ചെറുപ്പമാണ്. ആമേൻ. മരണത്തെ മുഖാമുഖമായി കണ്ടെടുത്ത് നിന്ന് ദൈവം അത്ഭുതകരമായി സൗഖ്യമാക്കി വിടുവിച്ച് കൊണ്ടുവന്നു. എന്നാൽ ഇപ്പോൾ ബ്ലാക്ക് ഫംഗസിനാൽ ആമേൻ താൻ ഭാരപ്പെടുന്നു. ആമേൻ. കർത്താവിൻ്റെ ആമേൻ അതേ കരം അവരെ തൊട്ട് സുഖപ്പെടുത്തേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആമേൻ. അത് ഷീല എന്ന് പറയുന്ന ആ സഹോദരി ബ്ലാക്ക് ഫംഗസിനാൽ ആമേൻ ബാധിക്കപ്പെട്ട് ആമേൻ നാളെ ഓപ്പറേഷന് ആയിരിക്കുകയാണ്. ആ സഹോദരി ഓർത്ത് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ മുരളി കെ ആമേൻ. ആ സഹോദരനെയും തൻ്റെ ജീവിത പങ്കാളി സരിത ആമേൻ 3 മക്കളുണ്ട്. ആമേൻ. ആമേൻ സുജിത്ത്, ആമേൻ സഞ്ജീവ്, ആമേൻ കാർത്തിക, ആമേൻ. ആ കുഞ്ഞുങ്ങളെയും ആ പ്രിയപ്പെട്ടവരെ ഓർത്ത് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ബൈജു എന്ന് പറയുന്ന ബൈജു ആമേൻ പ്രിയപ്പെട്ടവർ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ ശോഭ ജോർജ്, അവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അലക്സ് കുഞ്ഞു ആമേൻ ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ ബെൻഡിക് മാത്യു പ്രിയ സഹോദരനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ പ്രാരംഭ സമയങ്ങളിൽ വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ഇപ്പോഴും ആമേൻ അത് ഷെയർ ചെയ്യുകയും ആമേൻ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുകയും തന്നാൽ ആകുവോളം ദൈവനാമ മഹത്വത്തിനു വേണ്ടി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന സഹോദരനാണ്. കർത്താവിൻ്റെ ദാസനെയും കുടുംബത്തെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഈ കൂട്ടായ്മയിൽ പങ്കെടുത്ത എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഈ കൂട്ടായ്മ അനുഗ്രഹപ്രദമായിരുന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, നിങ്ങളുടെ മാതാപിതാക്കൾക്ക്, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു പ്രാർത്ഥന വിഷയം ഷെയർ ചെയ്ത് പ്രാർത്ഥിപ്പാൻ താല്പര്യമുള്ളവർ 9744703489 എന്ന നമ്പറിൽ റിക്വസ്റ്റ് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ സ്നേഹതീര പ്രയർ ഫാമിലിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ആമേൻ. ദൈവമായ കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ ഫേസ്ബുക്ക് പേജ്, അതുപോലെ തന്നെ സ്നേഹതീരം
പ്രയർ ഫാമിലിയുടെ ഫേസ്ബുക്ക് ഓപ്പൺ ആകാത്ത ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. ആമേൻ. ദൈവമായ കർത്താവ് അത് ക്രമീകരിച്ച് തരേണ്ടതിനായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക. ആമേൻ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്, സ്നേഹതീരം പ്രയർ ഫാമിലി. ദൈവം അനുവദിച്ചാൽ നാളെ രാത്രിയിലും നമുക്ക് ആത്മീയ കൂട്ടായ്മയിൽ പങ്കെടുക്കുക. അതുവരെ ദൈവം അവിടെവിടങ്ങളിലായി തൻ്റെ മക്കളെ ചെറുകൻ്റെ കീഴിൽ സൂക്ഷിക്കട്ടെ, പരിപാലിക്കട്ടെ. ദൈവം അനുവദിച്ചാൽ നാളെ നമുക്ക് ഒരുമിച്ച് കാണാം. ഗോഡ് ബ്ലെസ് യു. ശുഭരാത്രി.